ഹായ് ഓൾ, വെൽക്കം ടു അവർ ചാനൽ ടേണിംഗ് പി എസ് സി. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് 10th മെയിൻസിന് വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളുമാണ്. അപ്പോൾ നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത് മറ്റൊരു ചോദ്യപേപ്പറാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. അതോടൊപ്പം നിങ്ങൾ എല്ലാ ദിവസവും ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് എപ്പോഴും പറയുന്നത് പോലെ തന്നെ കറണ്ട് അഫെയർ, ഇംഗ്ലീഷ്, മലയാളം, മാത്സ് ഡെയിലി വർക്കൗട്ട് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, 1913 തുടങ്ങിയ ഖദ്ദാർ മൂവ്മെന്റിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? ആരാണ്? ഓപ്ഷൻ ബി ലാല ഹർദയാൽ ആണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടുക എന്ന ലക്ഷ്യത്തോടു കൂടി വിദേശത്ത് ആരംഭിച്ച ആദ്യത്തെ വിപ്ലവ പ്രസ്ഥാനങ്ങളിൽ ഒന്നാണ് ഗദ്ദാർ പാർട്ടി എന്ന് പറയുന്നത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടുക എന്ന ലക്ഷ്യത്തോടു കൂടി വിദേശത്ത് ആരംഭിച്ച ആദ്യത്തെ വിപ്ലവ പ്രസ്ഥാനങ്ങളിൽ ഒന്നാണ് ഗദ്ദാർ പാർട്ടി എന്ന് പറയുന്നത്. PYക്കായിട്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, ഗദ്ദാർ എന്ന പഞ്ചാബി വാക്കിന്റെ അർത്ഥം എന്താണ്? ഗദ്ദാർ എന്ന പഞ്ചാബി വാക്കിന്റെ അർത്ഥം എന്ന് ചോദിച്ചാൽ എന്താണ്? വിപ്ലവം എന്നാണ്. വിപ്ലവം, ഗദ്ദാർ എന്ന വാക്കിന്റെ അർത്ഥം വിപ്ലവം എന്നാണ്. അതോടൊപ്പം മറ്റൊരു ചോദ്യമാണ്, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാന ചരിത്രത്തിലെ കൊമഗതമാരു സംഭവവുമായി ബന്ധപ്പെട്ട വിപ്ലവ പ്രസ്ഥാനം ഏതാണ്? അതും ഏത് തന്നെയാണ്? അത് ഗദ്ദാർ പാർട്ടി തന്നെയാണ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാന ചരിത്രത്തിലെ കൊമഗതമാരു സംഭവവുമായി ബന്ധപ്പെട്ട വിപ്ലവ പ്രസ്ഥാനമാണ് ഗദ്ദാർ പാർട്ടി എന്ന് പറയുന്നത്. അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിൽ രൂപീകരിക്കപ്പെട്ട ഇന്ത്യൻ കുടിയേറ്റക്കാരായ തീവ്ര ദേശീയവാദികളുടെ സംഘടനയായിരുന്നു ഗദ്ദാർ പാർട്ടി എന്ന് പറയുന്നത്. അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിൽ രൂപീകരിക്കപ്പെട്ട ഇന്ത്യൻ കുടിയേറ്റക്കാർ, അതായത് ഇന്ത്യയിൽ നിന്ന് കുടിയേറി പാർത്തവരുടെ തീവ്ര ദേശീയവാദികളുടെ സംഘടനയായിരുന്നു ഏതെന്ന് പറയുന്നത്? ഗദ്ദാർ പാർട്ടി എന്ന് പറയുന്നത്. ഗദ്ദാർ പാർട്ടിയുടെ സ്ഥാപക പ്രസിഡന്റ് ആണ് ആര്? സോഹൻ സിംഗ് ഭക്ന എന്ന് പറയുന്നത്. അതങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല, പക്ഷെ എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്, ഗദ്ദാർ പാർട്ടിയുടെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി ആരാണെന്ന്. അതാരാണ്? ലാല ഹർദയാൽ ആണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അത് തന്നെയാണ്. 1913 ഗദ്ദാർ മൂവ്മെന്റിന് നേതൃത്വം നൽകിയത് ആരാണ്? ആരാണെന്ന് വെച്ചാൽ അതാരാണ്? ലാല ഹർദയാൽ ആണ്. ഓക്കെ, ഇത്രയും ചോദ്യങ്ങളാണ് ഇതുമായിട്ട് നമുക്ക് ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ളത്. അടുത്ത ചോദ്യം, താഴെ പറയുന്നതിൽ ബാലഗംഗാധര തിലകന്റെ ജേണൽ ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, മറാത്തയാണ്. ഓപ്ഷൻ ഡി മറാത്തയാണ് ബാലഗംഗാധര തിലകന്റെ ജേണൽ എന്ന് പറയുന്നത്. സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും. ഇങ്ങനെ പറഞ്ഞത് ആരാണ്? അത് ബാലഗംഗാധര തിലകനാണ്. സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും. അദ്ദേഹത്തിന്റെ പ്രധാന പത്രങ്ങളാണ് ഏതൊക്കെ? കേസരിയും മറാത്ത എന്ന് പറയുന്നത്. അതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. കേസരി, മറാത്ത എന്ന് പറയുന്നത് ബാലഗംഗാധര തിലകന്റെ പത്രങ്ങളാണ്. അതിൽ ഒരു പ്രത്യേകതയുണ്ട്. കേസരി എന്ന പത്രം ഏതു ഭാഷയിലാണെന്ന് വെച്ചാൽ അത് മറാത്ത ഭാഷയിലും, ഇനി മറാത്ത എന്ന പത്രം ഏത് ഭാഷയിലാണെന്ന് വെച്ചാൽ അത് ഇംഗ്ലീഷ് ഭാഷയിലുമാണ്. ഓക്കെ, കേസരി എന്ന പത്രം മറാത്ത ഭാഷയിലും മറാത്ത എന്ന പത്രം ഇംഗ്ലീഷ് ഭാഷയിലുമാണ് രചിച്ചിരിക്കുന്നത്. ഓക്കെ, സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും. അടുത്തത്, സ്വദേശി വസ്ത്ര പ്രചാരണ സഭയുടെ സ്ഥാപകനായിരുന്നു ആരെന്ന് പറയുന്നത്? ബാലഗംഗാധര തിലകൻ എന്ന് പറയുന്നത്. സ്വദേശി വസ്ത്ര പ്രചാരണ സഭയുടെ സ്ഥാപകനായിരുന്നു ബാലഗംഗാധര തിലകൻ. ബാലഗംഗാധര തിലകനെ കുറിച്ച് ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന പുസ്തകം എഴുതിയ ബ്രിട്ടീഷുകാരനാണ് ആരെന്ന് പറയുന്നത്? വാലന്റിയൻ ഷിറോൾ എന്ന് പറയുന്നത്. എപ്പോഴും ചോദിക്കുന്നതാണ്. ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന് ബാലഗംഗാധര തിലകനെ വിശേഷിപ്പിച്ച് ആരംഭിച്ചത് വാലന്റിയൻ ഷിറോൾ ആണ്. പിന്നെ ചോദിച്ചിട്ടുണ്ട്, സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും. ഈ പ്രസിദ്ധമായ വാക്യം ആരുടെയാണെന്ന് ചോദിച്ചാൽ അതും ആരുടെയാണ്? അതും തിലകിൻ്റേത് തന്നെയാണ്. ഓക്കെ, ലോകമാന്യ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? ബാലഗംഗാധര തിലകൻ എന്ന് പറയുന്നത്. ലോകമാന്യ എന്നറിയപ്പെടുന്നു. പിന്നെന്താണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ തീവ്രവാദി വിഭാഗത്തിന്റെ നേതാവായിരുന്നു. INCയിൽ എന്താണ്? തീവ്രവാദി വിഭാഗത്തിന്റെ നേതാവായിരുന്നു ആരെന്ന് പറയുന്നത്? തിലകൻ എന്ന് പറയുന്നത്. ഇന്ത്യൻ അശാന്തിയുടെ അല്ലെങ്കിൽ ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്നു. ഇന്ത്യയുടെ കിരീടം വെക്കാത്ത രാജാവ് എന്നറിയപ്പെടുന്നു. എന്തൊക്കെ പോയിന്റ്സ് ആണ്? ലോകമാന്യ എന്നറിയപ്പെടുന്നു. INCയുടെ തീവ്രദേശീയ വിഭാഗത്തിന്റെ നേതാവായിരുന്നു, അല്ലെ? തീവ്രവാദി അല്ലെങ്കിൽ ലാൽ പാൽ പാൽ കൂട്ടുകെട്ട്, അല്ലെ? എപ്പോഴും പറയുന്നതാണ്, നമ്മുടെ SIDയിലൊക്കെ തന്നിരിക്കുന്ന ഒരു പോയിന്റാണ് ലാൽ പാൽ പാൽ കൂട്ടുകെട്ട് എന്ന് പറയുന്നത്. അപ്പം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ തീവ്രവാദ വിഭാഗത്തിന്റെ നേതാവായിരുന്നു. ഇന്ത്യൻ അശാന്തിയുടെ പിതാവ് അല്ലെങ്കിൽ ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്നതും ആര് തന്നെയാണ്? ബാലഗംഗാധര തിലകാണ്. ഇന്ത്യയുടെ കിരീടം വെക്കാത്ത രാജാവ് എന്നറിയപ്പെടുന്നതും ബാലഗംഗാധര തിലകൻ തന്നെയാണ്. ഓക്കെ, അടുത്ത ചോദ്യം, 3 റൗണ്ട് ടേബിൾ കോൺഫറൻസ്, 3 വട്ടമേശ സമ്മേളനത്തിലും പങ്കെടുത്ത വ്യക്തി ആരാണെന്നാണ് ചോദ്യം. എല്ലാവർക്കും അറിയാം, അല്ലെ? ആരാണ്? ഓപ്ഷൻ എ ഡോക്ടർ BR അംബേദ്കർ ആണ്. 3 വട്ടമേശ സമ്മേളനങ്ങളിൽ പങ്കെടുത്ത വ്യക്തിയാണ് ആര്? ഡോക്ടർ BR അംബേദ്കർ എന്ന് പറയുന്നത്. ഏതൊക്കെ വർഷങ്ങളിലായിരുന്നു വട്ടമേശ സമ്മേളനം നടന്നത്? 1930, 31, 32. 1930, 31, 32 കാലഘട്ടങ്ങളിലായിരുന്നു വട്ടമേശ സമ്മേളനം നടന്നത്. ഒന്നാം വട്ടമേശ സമ്മേളനം ബ്രിട്ടീഷ് ഗവൺമെന്റ് ലണ്ടനിൽ വിളിച്ചു ചേർത്ത വർഷമാണ് 1930 എന്ന് പറയുന്നത്. കോൺഗ്രസ് എന്താണ് ഈ സമ്മേളനത്തിൽ പങ്കെടുത്തില്ല. ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ കോൺഗ്രസ് പങ്കെടുത്തില്ല. ഹിന്ദു മഹാസഭ, മുസ്ലിം ലീഗ്, സിഖ് സഭ, ലിബറൽ ഫെഡറേഷൻ എന്നിവയുടെ പ്രതിനിധികളാണ്
ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തത്. കോൺഗ്രസ് അതിൽ പങ്കെടുത്തില്ല. അധസ്ഥിത വിഭാഗങ്ങളെ പ്രതിനിധാനം ചെയ്ത ഡോക്ടർ BR അംബേദ്കർ ആണ് ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തത്. അധസ്ഥിത വിഭാഗങ്ങളെ പ്രതിനിധാനം ചെയ്തിട്ടായിരുന്നു ഡോക്ടർ BR അംബേദ്കർ ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തതെന്ന് പറയുന്നത്. ഓക്കെ, ഇനി രണ്ടാം വട്ടമേശ സമ്മേളനം നടന്നത് 1931 ഗാന്ധിജി പങ്കെടുത്ത ഏക വട്ടമേശ സമ്മേളനം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? 1931 രണ്ടാം വട്ടമേശ സമ്മേളനമാണ്. ഗാന്ധിജി പങ്കെടുത്ത ഏക വട്ടമേശ സമ്മേളനം എന്ന് പറയുന്നത് രണ്ടാം വട്ടമേശ സമ്മേളനമായിരുന്നു. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ അധസ്ഥിതരെ പ്രതിനിധീകരിച്ച് ആര് തന്നെയാണ്? ഡോക്ടർ BR അംബേദ്കർ തന്നെയാണ്. ഓക്കെ, അദ്ദേഹം തന്നെയാണ് രണ്ടാമത്തെ വട്ടമേശ സമ്മേളനത്തിലും അധസ്ഥിത വിഭാഗങ്ങളെ പ്രതിനിധീകരിച്ചത്. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചായിരുന്നു ആര്? ഗാന്ധിജി ചെന്നത്. കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചായിരുന്നു രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജി പങ്കെടുത്തത്. ആദ്യത്തെ സമ്മേളനത്തിൽ കോൺഗ്രസ് പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജി പങ്കെടുക്കാൻ കാരണമായ ഉടമ്പടിയാണ് ഏതെന്ന് പറയുന്നത്? ഗാന്ധി-ഇർവിൻ ഉടമ്പടി എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. ഗാന്ധി-ഇർവിൻ ഉടമ്പടി പ്രകാരമാണ് ഗാന്ധിജി രണ്ടാമത്തെ വട്ടമേശ സമ്മേളനം 1931 രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തത്. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ ഉപദേഷ്ടാവായിരുന്നത് ആരാണ്? അത് മദൻ മോഹൻ മാളവിയാണ്. PYQ ആണ്. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ, അതായത് ഗാന്ധിജി പങ്കെടുത്ത സമ്മേളനമാണ് രണ്ടാം വട്ടമേശ സമ്മേളനം. അതിൽ ഗാന്ധിജിയുടെ ഉപദേഷ്ടാവ് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് മദൻ മോഹൻ മാളവിയാണ്. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഭാരതീയ സ്ത്രീകളെ പ്രതിനിധാനം ചെയ്ത് പങ്കെടുത്ത ആരാണെന്ന് വെച്ചാൽ അത് സരോജിനി നായിഡു ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ സ്ത്രീകളെ അല്ലെങ്കിൽ ഭാരതീയ സ്ത്രീകളെ പ്രതിനിധാനം ചെയ്ത് പങ്കെടുത്ത വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? സരോജിനി നായിഡു. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ നാട്ടുരാജ്യങ്ങളെ പ്രതിനിധാനം ചെയ്ത് ആരെന്ന് വെച്ചാൽ അത് സർദാർ KM പണിക്കരാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. സർദാർ KM പണിക്കരായിരുന്നു നാട്ടുരാജ്യങ്ങളെ പ്രതിനിധാനം ചെയ്ത് വന്നത്. ഓക്കെ, അപ്പോൾ രണ്ടാം വട്ടമേശ സമ്മേളനം കുറച്ചധികം പോയിന്റ്സ് പറയാനുണ്ട്. ഗാന്ധിജി പങ്കെടുത്ത ഏക വട്ടമേശ സമ്മേളനം, ഗാന്ധിജി പങ്കെടുത്ത കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചായിരുന്നു. ഗാന്ധി-ഇർവിൻ ഉടമ്പടി പ്രകാരമായിരുന്നു ഗാന്ധിജി രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തത്. ഇനി ഗാന്ധിജിയുടെ ഉപദേഷ്ടാവ് ആരായിരുന്നു എന്ന് വെച്ചാൽ അത് മദൻ മോഹൻ മാളവിയായിരുന്നു. ഇനി സ്ത്രീകളെ പ്രതിനിധാനം ചെയ്തിട്ട് വന്നത് സരോജിനി നായിഡു. നാട്ടുരാജ്യങ്ങളെ പ്രതിനിധാനം ചെയ്ത് വന്നത് സർദാർ KM പണിക്കർ. പിന്നെ നമ്മൾ പറഞ്ഞ പോയിന്റ് ആണ് രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ അധസ്ഥിതരെ പ്രതിനിധീകരിച്ചത്. ഒന്നാം സമ്മേളനത്തിലും രണ്ടാം സമ്മേളനത്തിലും അധസ്ഥിതരെ പ്രതിനിധീകരിച്ച് എത്തിയ വ്യക്തിയാണ് ആര്? ഡോക്ടർ BR അംബേദ്കർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തെ വട്ടമേശ സമ്മേളനം കൂടെ ജസ്റ്റ് ഒന്ന് നോക്കാം. 1932 മൂന്നാമത്തെ വട്ടമേശ സമ്മേളനം എന്ന് പറയുന്നത്. അതിലെന്താണ്? INC പങ്കെടുത്തില്ല. അപ്പോൾ നമുക്ക് എളുപ്പമുണ്ട്. ആദ്യത്തെയും അവസാനത്തേതിലും എന്താണ്? INC പങ്കെടുത്തില്ല. രണ്ടാമത്തേലാണ് പങ്കെടുത്തത്. അതാരായിരുന്നു? ഗാന്ധിജിയാണ് INCയുടെ പ്രതിനിധീകരിച്ച് എത്തിയത്. അതൊന്ന് ഓർത്ത് വയ്ക്കുക. മൂന്നാം വട്ടമേശ സമ്മേളനത്തിൽ നടന്ന ചർച്ചകൾ സംഗ്രഹിച്ച് ബ്രിട്ടീഷ് സർക്കാർ എന്താണ്? ഒരു ധവളപത്രം പുറപ്പെടുവിക്കുകയാണ് ഉണ്ടായത്. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിന്റ്സ് ആണ് നമുക്ക് എന്താണ് വട്ടമേശ സമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. പ്രധാനപ്പെട്ട ഡേറ്റ് ഓർക്കുക, ആൾക്കാരും ആരൊക്കെയാണ് പ്രതിനിധാനം ചെയ്തത്, അല്ലേ? 2-3 പേരാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഹൈലൈറ്റ് ചെയ്ത് പഠിക്കാനുള്ളത്. അത് മൂന്നും നമ്മൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. അടുത്തത്, ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ ഇന്ത്യയിലെ വൈസ്രോയി ആരായിരുന്നു? ആരാണ്? ഓപ്ഷൻ ഡി, ലോർഡ് ലിൻലിത്കോ ആയിരുന്നു. ലിൻലിത്കോ പ്രഭു ആയിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരകാലത്തിലെ ഇന്ത്യയിലെ വൈസ്രോയി എന്ന് പറയുന്നത്. 1942 ഓഗസ്റ്റ് 8 അല്ലേ എന്താണ് ക്വിറ്റ് ഇന്ത്യ ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പം ആ വർഷം ഒന്ന് ഓർത്തിരിക്കുക. 1942 ക്വിറ്റ് ഇന്ത്യ സമരം നടന്നത്. 1942 മെയ് മാസത്തിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടാൻ തയ്യാറായില്ല എങ്കിൽ നിയമലംഘന സമരം പുനരാരംഭിക്കുമെന്ന് ഗാന്ധിജി മുന്നറിയിപ്പ് നൽകി. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കാൻ കാരണമായ എന്താണ്? ക്രിപ്സ് മിഷന്റെ പരാജയമാണ്. ക്രിപ്സ് മിഷന്റെ പരാജയത്തെ തുടർന്നാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കാനുള്ള കാരണമെന്ന് പറയുന്നത്. ക്രിപ്സ് മിഷന്റെ പരാജയത്തെ തുടർന്ന് കോൺഗ്രസ് ആരംഭിച്ച സമരം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് ക്വിറ്റ് ഇന്ത്യ സമരമാണ്. ക്രിപ്സ് മിഷന്റെ പരാജയത്തെ തുടർന്ന് കോൺഗ്രസ് ആരംഭിച്ച സമരമാണ് ക്വിറ്റ് ഇന്ത്യ സമരം എന്ന് പറയുന്നത്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ INC നടത്തിയ അവസാനത്തെ ബഹുജന പ്രക്ഷോഭമാണ് ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. PYQ ആണ്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ INC നടത്തിയ അല്ലെങ്കിൽ ഇന്റർനാഷണൽ കോൺഗ്രസ് നടത്തിയ അവസാനത്തെ ബഹുജന പ്രക്ഷോഭം ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? ക്വിറ്റ് ഇന്ത്യ സമരമാണ്. ക്വിറ്റ് ഇന്ത്യ ദിനമായിട്ട് ആചരിക്കുന്ന ദിവസം ഏതാണ്? ഓഗസ്റ്റ് 8 അല്ലേ? 1942 ഓഗസ്റ്റ് 8 ഗാന്ധിജി ക്വിറ്റ് ഇന്ത്യ സമരത്തിന് ആഹ്വാനം ചെയ്തതെന്ന് പറയുന്നത്. ക്വിറ്റ് ഇന്ത്യ എന്ന വാക്കിന് രൂപം കൊടുത്ത ആരാണെന്ന് വെച്ചാൽ അത് യൂസഫ് മെഹ്ർ അലിയാണ്. PYQ ആണ്. ക്വിറ്റ് ഇന്ത്യ എന്ന വാക്കിന് രൂപം കൊടുത്ത ആരാണെന്ന് വെച്ചാൽ അത് യൂസഫ് മെഹ്ർ അലിയാണ്. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ആഗസ്റ്റ് ക്രാന്തി എന്ന് പറയുന്നത്. ആഗസ്റ്റ് ക്രാന്തി മൈതാനം എന്നൊക്കെ പറയാറുണ്ട് അല്ലേ? ആഗസ്റ്റ് ക്രാന്തി മൈതാനമാണ് ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം അറിയപ്പെടുന്ന മറ്റൊരു പേരെന്ന് പറയുന്നത്. ക്വിറ്റ് ഇന്ത്യ എന്ന ആശയം അവതരിപ്പിച്ച ഗാന്ധിജിയുടെ ദിനപത്രമാണ് ഹരിജൻ എന്ന് പറയുന്നത്. ക്വിറ്റ് ഇന്ത്യ എന്ന ആശയം അവതരിപ്പിച്ച ഗാന്ധിജിയുടെ ദിനപത്രം ചോദിച്ചാൽ അത് എന്താണ്? ഹരിജനാണ്.
പിന്നെ ഗാന്ധിജി ഉയർത്തിയ ഒരു ആഹ്വാനമുണ്ട്, ഡു ഓർ ഡൈ, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഗാന്ധിജി ഉയർത്തിയ ആഹ്വാനമായിരുന്നു പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കുക. ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ച ചോദിച്ചാൽ അത് ഓഗസ്റ്റ് 8-നാണ്. ഇനി ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിച്ച ചോദിച്ചാൽ ഓഗസ്റ്റ് 9-നാണ്. ക്വിറ്റ് ഇന്ത്യ ദിനമായിട്ട് ആചരിക്കുന്ന ചോദിച്ചാൽ അത് ഓഗസ്റ്റ് 9-ആണ്. ഓക്കെ, ഗാന്ധിജി ആഹ്വാനം ചെയ്തത് ഓഗസ്റ്റ് 8-നാണ്. ഇനി നമ്മൾ ക്വിറ്റ് ഇന്ത്യ ദിനമായിട്ട് ആചരിക്കുന്നത് എന്ന് വെച്ചാൽ തൊട്ടടുത്ത ദിവസം 1942 ഓഗസ്റ്റ് 9 ആയിരുന്നു. അപ്പോൾ എന്താണ്, ക്വിറ്റ് ഇന്ത്യ ദിനമായിട്ട് ആചരിക്കുന്നത് ഓഗസ്റ്റ് 9 ആയിരുന്നു. ഓക്കെ, അത്രയും കാര്യങ്ങളൊന്ന് ഓർത്തു വയ്ക്കുക. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഒളിവിൽ നിന്നുകൊണ്ട് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് ജയപ്രകാശ് നാരായണനും ബിജു പട്നായിക്, അച്യുത് പട്വർദ്ധൻ, റാം മനോഹർ ലോഹ്യ. ഇതിൽ ജയപ്രകാശ് നാരായണൻ ഇമ്പോർട്ടൻ്റ് ആണ്. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഒളിവിൽ നിന്നുകൊണ്ട് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത വ്യക്തികളായിരുന്നു ജയപ്രകാശ് നാരായണൻ, അച്യുത് പട്വർദ്ധൻ, റാം മനോഹർ ലോഹ്യ, ബിജു പട്നായിക് എന്ന് പറയുന്നത്. ക്വിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വം നൽകിയവർ ആരൊക്കെയാണെന്ന് എപ്പോഴും ചോദിക്കുന്നതാണ്. ആരൊക്കെയാണ്? അരുണ ആസഫ് അലിയും ജയപ്രകാശ് നാരായണനും റാം മനോഹർ ലോഹ്യയും. അതിൽ അരുണ ആസഫ് അലിയും ജയപ്രകാശ് നാരായണനും എപ്പോഴും ചോദിക്കുന്നതാണ്. ക്വിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വം നൽകിയവരാണ് അരുണ ആസഫ് അലിയും ജയപ്രകാശ് നാരായണനും. ക്വിറ്റ് ഇന്ത്യ വനിതാ നേതാവ് അല്ലെങ്കിൽ ക്വിറ്റ് ഇന്ത്യയുടെ സമര നായിക എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ്? അതെന്ന് പറയുന്നത് അരുണ ആസഫ് അലിയാണ്. അങ്ങനെ വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് അരുണ ആസഫ് അലിയെ വിശേഷിപ്പിച്ചത് ആരാണെന്ന് വെച്ചാൽ അത് ഗാന്ധിജിയാണ്. ഇനി ക്വിറ്റ് ഇന്ത്യ സമര നായകൻ എന്നറിയപ്പെടുന്നത് അത് ജയപ്രകാശ് നാരായണനാണ്. ക്വിറ്റ് ഇന്ത്യ സമര നായകൻ എന്നറിയപ്പെടുന്നത് ജയപ്രകാശ് നാരായണനാണ്. ക്വിറ്റ് ഇന്ത്യ സമര നായിക അരുണ ആസഫ് അലി. ഓക്കെ, അത് രണ്ടും PYQ ആയിട്ട് ചോദിച്ച ചോദ്യങ്ങളാണ്. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ കാലത്ത് മുസ്ലിം ലീഗ് ഉയർത്തിയ മുദ്രാവാക്യമാണ് ഏതെന്ന് പറയുന്നത്? ഡിവൈഡ് ആൻഡ് ക്വിറ്റ്, വിഭജിക്കുക പുറത്തു പോവുക. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ കാലത്ത് മുസ്ലിം ലീഗ് ഉയർത്തിയ മുദ്രാവാക്യമാണ് വിഭജിക്കുക പുറത്തു പോവുക, ഡിവൈഡ് ആൻഡ് ക്വിറ്റ് എന്ന് പറയുന്നത്. ഇനി ഡു ഓർ ഡൈ എന്ന് പറയുന്നത് ഗാന്ധിജി ഉയർത്തിയ മുദ്രാവാക്യമായിരുന്നു അല്ലേ. ഓക്കെ, അത് രണ്ടൊന്ന് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള 2 പോയിന്റ്സ് ആണ്, ഒന്ന് ഓർത്തു വയ്ക്കുക. വിഭജിക്കുക പുറത്തു പോവുക എന്ന് പറയുന്നത് മുസ്ലിം ലീഗ് ഉയർത്തിയ മുദ്രാവാക്യവും, ഇനി ഡു ഓർ ഡൈ, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് പറഞ്ഞത് ഗാന്ധിജി ഉയർത്തിയ മുദ്രാവാക്യവുമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട് ഇത്രയും പോയിന്റ്സ് ആണ് ഇതിൽ പറയാനുള്ളത്. അടുത്ത ചോദ്യം, PSC മെമ്പറെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? ഓപ്ഷൻ ഡി, രാഷ്ട്രപതിക്കാണ് അല്ലെ. പ്രസിഡന്റിനാണ് PSC മെമ്പറെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള അധികാരമെന്ന് പറയുന്നത്. രാഷ്ട്രപതിയെ നിയമിക്കുന്നവർ ആരൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. പ്രധാനമന്ത്രി, അതോടൊപ്പം മറ്റു മന്ത്രിമാരെ, അറ്റോർണി ജനറൽ, കൺട്രോൾ ആൻഡ് ഓഡിറ്റർ ജനറൽ, CAG എന്നൊക്കെ പറയുന്ന കൺട്രോൾ ആൻഡ് ഓഡിറ്റർ ജനറൽ, പിന്നെ എന്താണ്, സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ചീഫ് ജസ്റ്റിസും ജഡ്ജിമാരും. സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ചീഫ് ജസ്റ്റിസുമാരെയും അതോടൊപ്പം ജഡ്ജിമാരെ നിയമിക്കുന്ന ആരാണ്? അത് രാഷ്ട്രപതിയാണ്. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ, കമ്മീഷണർമാർ, ചീഫ് ഇലക്ഷൻ കമ്മീഷണർ അതോടൊപ്പം കമ്മീഷണർമാരെ നിയമിക്കുന്ന ആരാണെന്ന് വെച്ചാൽ അത് രാഷ്ട്രപതിയാണ്. UPSC ചെയർമാന് അംഗങ്ങൾ, UPSC ചെയർമാന് അംഗങ്ങളെ നിയമിക്കുന്ന ആരാണ്? അത് രാഷ്ട്രപതിയാണ്. ഫിനാൻസ് കമ്മീഷൻ ചെയർമാന് സംസ്ഥാന ഗവർണർമാർ, ഇവരെയൊക്കെ നിയമിക്കുന്നത് ആരാണെന്ന് വെച്ചാൽ അത് ആരാണ്? അത് രാഷ്ട്രപതിയാണ്. പ്രധാനമന്ത്രി, മറ്റു മന്ത്രിമാര്, അറ്റോർണി ജനറൽ, CAG കൺട്രോൾ ആൻഡ് ഓഡിറ്റർ ജനറൽ, സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ചീഫ് ജസ്റ്റിസും ജഡ്ജിമാരും, ചീഫ് ഇലക്ഷൻ കമ്മീഷണർ, കമ്മീഷണർമാർ, UPSC ചെയർമാന് അതിലെ അംഗങ്ങൾ, UPSCയിലെ അംഗങ്ങൾ, ഫിനാൻസ് കമ്മീഷൻ ചെയർമാന് സംസ്ഥാന ഗവർണർമാർ, ഇവരെയൊക്കെ നിയമിക്കുന്ന ആരാണെന്ന് വെച്ചാൽ അതെല്ലാം ആര് തന്നെയാണ്? അതെല്ലാം രാഷ്ട്രപതിയാണ്. അടുത്ത ചോദ്യം, മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ എവിടെ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്? മൗലിക കടമകൾ എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്നത് എവിടെയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് രാജ്യത്തിൽ നിന്നാണ്? അത് റഷ്യ അഥവാ സോവിയറ്റ് യൂണിയനിൽ നിന്നുമാണ് അല്ലേ. USSR, റഷ്യ അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയനിൽ നിന്നുമാണ് മൗലിക കടമകൾ എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത്. രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കുന്നതിന് പൗരന്മാർ രാഷ്ട്രത്തോട് ചില കടമകൾ നിറവേറ്റേണ്ടതായിട്ടുണ്ട്. ഈ കടമകളെയാണ് മൗലിക കടമകൾ എന്ന് പറയപ്പെടുന്നത്. രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കുന്നതിന് പൗരന്മാര് രാഷ്ട്രത്തോട് ചില കടമകൾ നിറവേറ്റേണ്ടതുണ്ട്. അതിനെയാണ് നമ്മൾ മൗലിക കടമകൾ എന്ന് പറയുന്നത്. ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. അതായത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന 1950 ജനുവരി 26 അല്ലെ, ആ സമയത്ത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ എന്താണ് മൗലിക കടമകൾ എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു പാർട്ട് നമ്മുടെ ഭരണഘടനയിൽ ഉണ്ടായിരുന്നില്ല. മൗലിക കടമകളെ കുറിച്ച് ശുപാർശ നൽകുന്നതിനായി നിയമിച്ച കമ്മിറ്റിയായിരുന്നു സ്വരൺ സിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത്. സ്വരൺ സിംഗ് കമ്മിറ്റിയായിരുന്നു മൗലിക കടമകൾ എന്ന ആശയം എന്താണ് ശുപാർശ നൽകിയത്. ഇനി മൗലിക കടമകൾ ഭരണഘടനയിൽ എഴുതി ചേർത്തു അല്ലെങ്കിൽ കൂട്ടിച്ചേർത്തു, കൂട്ടിച്ചേർക്കലിനാണ് നമ്മൾ ഭേദഗതി എന്ന് പറയുന്നത്. അങ്ങനെ മൗലിക കടമകൾ എന്ന ആശയം ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ഭേദഗതി ചോദിക്കുകയാണെങ്കിൽ അത് ഏതാണ്? മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ അറിയപ്പെടുന്ന 1976 42 ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് വന്നത്.
1976 42-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ എന്ന ആശയം കൂട്ടിച്ചേർത്തത്. മൗലിക കടമകൾ നിലവിൽ വന്നത് എന്നാണെന്ന് ചോദിച്ചാൽ, അതായത് 76-ലെ 42-ാം ഭേദഗതിയാണ്. ഇനി അത് നിലവിൽ വന്ന ഡേറ്റ് ചോദിക്കുന്നത് 1977 ജനുവരി 3 PYക്കുമാണ്. തൊട്ടടുത്ത വർഷം 1977 ജനുവരി 3 മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ അല്ലെങ്കിൽ നിലവിൽ വന്നത് എന്ന് പറയുന്നത്. മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പാർട്ട് ചോദിക്കുകയാണെങ്കിൽ അത് ഏതാണ്? അത് 4A ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും ചോദിക്കുന്നതാണ്. പാർട്ട് 4Aയിലാണ് മൗലിക കടമകൾ എന്ന ആശയത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന പാർട്ട് അല്ലെങ്കിൽ ഭാഗം എന്ന് പറയുന്നത്. ഇനി അനുച്ഛേദം അല്ലെങ്കിൽ ആർട്ടിക്കിൾ ചോദിക്കുകയാണെങ്കിൽ അത് 51A ആണ്. 51A എന്ന ആർട്ടിക്കിളിലാണ് മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. മൗലിക കടമകൾ എന്ന ആശയം ഇന്ത്യ ഉൾക്കൊണ്ട് ഏത് രാജ്യത്തിൽ നിന്നാണെന്ന് ചോദിച്ചാൽ അത് USSR ആണ് അല്ലേ? നമ്മൾ പറഞ്ഞു റഷ്യ അല്ലെങ്കിൽ USSRൽ നിന്നാണ് മൗലിക കടമകൾ എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത്. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തുമ്പോൾ പ്രധാനമന്ത്രി, നമുക്കറിയാം ആ ഒരു ടൈമിൽ 1977 സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാണെന്ന് വെച്ചാൽ അത് ആരാണ്? അത് ഇന്ദിരാഗാന്ധിയാണ് അല്ലെ. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാണെന്ന് വെച്ചാൽ അത് ഇന്ദിരാഗാന്ധിയാണ്. ഇനി രാഷ്ട്രപതി, ആ സമയത്ത് രാഷ്ട്രപതി ആരാണെന്ന് വെച്ചാൽ ആരാണ്? ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണ്. ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആയിരുന്നു 1977 കാലഘട്ടത്ത് ഇന്ത്യയിലെ രാഷ്ട്രപതി എന്ന് പറയുന്നത്. 42ാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെ ഉൾപ്പെടുത്തിയ മൗലിക കടമകളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. എത്രയാണ്? 10 ആണ്. എണ്ണമെന്ന് പറയുന്നത് 10 ആണ്. പക്ഷേ നിലവിലെ മൗലിക കടമകളുടെ എണ്ണം എന്ന് പറയുന്നത് 11 ആണ്. നിലവിലെ മൗലിക കടമകളുടെ എണ്ണം എന്ന് പറയുന്നത് 11 ആണ്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യം ഒരുക്കേണ്ടത് രക്ഷിതാക്കളുടെ കടമയാണ് എന്നത് 11ാമത് മൗലിക കടമയായി ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ഭേദഗതിയാണ് 86ാമത് ഭേദഗതി 2002. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ? 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം എന്ന് പറയുന്ന മൗലിക അവകാശമാണ് അല്ലെ. മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തിയതാണ് നമ്മൾ പറഞ്ഞായിരുന്നു. 21A എന്ന് പറയുന്ന ആർട്ടിക്കിൾ. ഇനി അതോടൊപ്പം തന്നെ എന്താണ്? 6 മുതൽ 14 വയസ്സുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യം ഒരുക്കേണ്ടത് എന്താണ്? രക്ഷിതാക്കളുടെ കടമയാണ്. അങ്ങനെ രക്ഷിതാക്കളുടെ കടമയാണ് എന്ന് പറയുന്ന ഇതും കൂടെയാണ് ഈ 86ാമത് ഭേദഗതിയിൽ കൂട്ടിച്ചേർത്തത്. 2002 86ാമത് ഭേദഗതി പ്രകാരം കൂട്ടിച്ചേർത്ത്. അതെന്താണ്? അത് മൗലിക കടമയാണ്. അങ്ങനെയാണ് മൊത്തം നിലവിൽ 11 മൗലിക കടമകൾ ഉള്ളത്. ഇന്ത്യൻ ഭരണഘടനയിൽ നമ്മൾ മൗലിക കടമകൾ കൂട്ടിച്ചേർത്ത സമയത്ത് 10 മൗലിക കടമകളാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം 2002 86ാമത് ഭേദഗതി വന്ന ശേഷം രക്ഷിതാക്കളുടെ കടമയാണെന്നുള്ള കാര്യം വന്നു. 6 മുതൽ 14 വയസ്സുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അല്ലെങ്കിൽ വിദ്യാഭ്യാസ സാഹചര്യം ഒരുക്കേണ്ടത് എന്ന് പറയുന്ന രക്ഷിതാക്കളുടെ കടമയാണെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയാണ് നമുക്ക് 11 മൗലിക കടമകൾ കൂട്ടിച്ചേർത്തത്. ഓക്കെ, 11 മൗലിക കടമകളായിട്ട് നിലവിൽ ഉള്ളത്. ഓക്കെ, അതും കൂടെ ഒന്ന് ഓർത്ത് വയ്ക്കുക. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടന ഭാഗമായി ഭാഗം 4A കൂട്ടിച്ചേർത്ത ഭേദഗതി ഏതാണ്? PYക്കുമാണ്. ഏതാണ്? 42ാം ഭേദഗതിയാണ് അല്ലെ. 1976 42ാം ഭേദഗതിയാണ്. മൗലിക കടമകൾ ഉൾക്കൊള്ളുന്ന ഭരണഘടന അനുച്ഛേദം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതേതാണ്? ആർട്ടിക്കിൾ 51A ആണ്. 51Aയിലാണ് മൗലിക കടമകൾ ഉൾക്കൊള്ളുന്ന അനുച്ഛേദം എന്ന് പറയുന്നത്. ഓക്കെ, ഇത് രണ്ടുമാണ് PYക്കായിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അടുത്തത്, രാജ്യസഭ വൈസ് ചെയർമാൻ ആകേണ്ട പ്രായം എത്രയാണ്? ഓപ്ഷൻ സി 30 ആണ്. രാജ്യസഭ വൈസ് ചെയർമാൻ ആകേണ്ട പ്രായം എന്ന് പറയുന്നത് 30 വയസ്സാണ്. ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ പ്രതിനിധീകരിക്കുന്ന സഭയാണ് ഏത്? രാജ്യസഭ എന്ന് പറയുന്നത്. ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ പ്രതിനിധീകരിക്കുന്ന സഭയാണ് രാജ്യസഭ. കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് രാജ്യസഭയാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്നറിയപ്പെടുന്നത് രാജ്യസഭയാണ്. കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എന്ന പേര് രാജ്യസഭ എന്നാക്കി മാറ്റി. അതായത് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എന്നതിനെ നമ്മൾ രാജ്യസഭ എന്നാക്കിയത് എന്നാണെന്ന് ചോദിച്ചാൽ 1954 ഓഗസ്റ്റ് 23 അതങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വയ്ക്കുക. കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എന്ന പേര് രാജ്യസഭ എന്നാക്കി മാറ്റിയ ഡേറ്റ് ചോദിച്ചാൽ 1954 ഓഗസ്റ്റ് 23 1954 ഓഗസ്റ്റ് 23. ഇനി നമുക്ക് രാജ്യസഭ അംഗമാകാനുള്ള യോഗ്യതകൾ നോക്കാം അല്ലെ. യോഗ്യതയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് നമുക്ക് തന്നിരുന്നത്. ഓക്കെ, ഇന്ത്യൻ പൗരനായിരിക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് അല്ലെ. ഇന്ത്യൻ പൗരനായിരിക്കണം. 30 വയസ്സ് തികഞ്ഞിരിക്കണം. ഇന്ത്യൻ പൗരനായിരിക്കണം. രാജ്യസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന രീതിയാണ് ഏതെന്ന് പറയുന്നത്? പരോക്ഷ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. പ്രത്യക്ഷ തിരഞ്ഞെടുപ്പല്ല, പരോക്ഷ തിരഞ്ഞെടുപ്പാണ്. രാജ്യസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന രീതിയാണ് പരോക്ഷ തിരഞ്ഞെടുപ്പ്. ആനുപാതിക പ്രാതിനിധ്യ രീതിയാണ് രാജ്യസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുവാനായിട്ട് ഉപയോഗിക്കുന്നത്. ആനുപാതിക പ്രാതിനിധ്യ രീതിയാണ് രാജ്യസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. രാജ്യസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് രീതി ഇന്ത്യൻ കടമെടുത്തിരിക്കുന്ന രാജ്യം ഏതാണെന്ന് വെച്ചാൽ അത് ദക്ഷിണാഫ്രിക്കയാണ്. രാജ്യസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് രീതി അല്ലെ.
രാജ്യസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടത്തുന്ന ആ ഒരു രീതി ഇന്ത്യൻ ഭരണഘടന അല്ലെങ്കിൽ ഇന്ത്യ കടമെടുത്തിരിക്കുന്ന രാജ്യം ചോദിച്ചാൽ അത് ദക്ഷിണാഫ്രിക്കയാണ്. ദക്ഷിണാഫ്രിക്ക രാജ്യസഭയിലേക്കുള്ള അംഗങ്ങളെ 6 വർഷ കാലയളവിലേക്കാണ് തിരഞ്ഞെടുക്കുന്നത്. നമുക്കറിയാം രാജ്യസഭ എന്ന് പറയുന്നത് അതൊരു പെർമനന്റ് ആണ് അല്ലെ, അതൊരു സ്ഥിരം സഭയാണ്. പക്ഷെ അവിടുത്തെ അംഗങ്ങളെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് 6 വർഷ കാലയളവിലേക്കാണ്. രാജ്യസഭയിലേക്കുള്ള അംഗങ്ങളെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് 6 വർഷ കാലയളവിലേക്കാണ്. അംഗങ്ങൾക്ക് വീണ്ടും തിരഞ്ഞെടുക്കപ്പെടാനുള്ള അർഹതയുണ്ട്. അതായത് അവർക്ക് വീണ്ടും എന്താണ് അതിൽ ഇലക്ഷൻ വഴി അവർക്ക് വീണ്ടും തിരഞ്ഞെടുക്കപ്പെടാനുള്ള യോഗ്യത ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിന്റ്സ് ആണ് നമുക്ക് രാജ്യസഭയുമായി ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത്. അടുത്തത്, ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമല്ലാത്തത് ആരാണെന്നാണ് ചോദിക്കുന്നത്. തന്നിരിക്കുന്നതിൽ ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമല്ലാത്തത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഓപ്ഷൻ ഡി, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് എന്ന് പറയുന്നത് ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമായിരുന്നില്ല. അതേസമയം ഡോക്ടർ BR അംബേദ്കർ, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, KM മുൻഷി എന്നൊക്കെ പറയുന്നത് എന്താണ് ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമായിരുന്നു. അപ്പം നമുക്ക് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ജസ്റ്റ് ഒന്ന് നോക്കാം. വിവിധ കമ്മിറ്റികളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പരിഗണിച്ച് ഭരണഘടനയുടെ കരട് രൂപം സമർപ്പിക്കുന്നതിന് വേണ്ടി രൂപീകരിക്കപ്പെട്ട കമ്മിറ്റിയാണ് ഇത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത്. വിവിധ കമ്മിറ്റികളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പരിഗണിച്ച് ഭരണഘടനയുടെ കരട് രൂപം സമർപ്പിക്കുന്നതിന് വേണ്ടി രൂപീകരിക്കപ്പെട്ട കമ്മിറ്റിയാണ് ഇത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഏതാണ് വർഷം? 1947. നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയം അല്ലേ. 1947 ഓഗസ്റ്റ് 29 ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നിയമിക്കപ്പെട്ടത്. 1947 ഓഗസ്റ്റ് 29. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അംഗസംഖ്യ എന്ന് പറയുന്നത് 7 ആണ്. എപ്പോഴും ചോദിക്കുന്നതാണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അംഗസംഖ്യ എന്ന് പറയുന്നത് 7 പേരായിരുന്നു. അതിലെ അധ്യക്ഷൻ ആരാണ്? അത് ഡോക്ടർ BR അംബേദ്കർ ആണ് അല്ലെ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് BR അംബേദ്കർ ആയിരുന്നു. ഇനി മറ്റ് അംഗങ്ങളാണ് ആരൊക്കെ? BR അംബേദ്കർ, KM മുൻഷി, മുഹമ്മദ് സാദുള്ള, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, N ഗോപാലസ്വാമി അയ്യങ്കാർ, DP കേത്താൻ, BL മിത്തർ. എല്ലാം ഒന്നും കാണാപ്പാടം പഠിക്കുന്ന, ജസ്റ്റ് ഒന്ന് നമ്മൾ 1-2 തവണ റിവൈസ് ചെയ്ത് കേൾക്കുമ്പോൾ നമുക്ക് ഈ പേരൊക്കെ ഒന്ന് ഓർമ്മയിൽ നിൽക്കും. ഓക്കെ, അപ്പോൾ ആരൊക്കെയാണ്? ഡോക്ടർ BR അംബേദ്കർ, KM മുൻഷി, മുഹമ്മദ് സാദുള്ള, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, N ഗോപാലസ്വാമി അയ്യങ്കാർ, DP ഖേത്താൻ, BL മിത്തർ. ഓക്കെ, അങ്ങനെ മൊത്തം 7 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. അതിൽ 2 പേര് അതിൽ നിന്ന് മാറിയിട്ടുണ്ട്. ഒരാൾ മരിച്ചുപോയി, അതോടൊപ്പം പിന്നെ മറ്റൊരാൾ എന്താണ് അതിൽ നിന്ന് രാജിവെച്ചു. അങ്ങനെ 2 അംഗങ്ങൾ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പറയാം. DP കേത്താൻ അന്തരിച്ചതോടുകൂടി പകരമായിട്ട് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമായ വ്യക്തിയാണ് TT കൃഷ്ണമാചാരി എന്ന് പറയുന്നത്. TT കൃഷ്ണമാചാരി. DP കേത്താൻ എന്താണ് അദ്ദേഹം അന്തരിച്ചതോടുകൂടി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമായ മറ്റൊരു വ്യക്തിയാണ് TT കൃഷ്ണമാചാരി എന്ന് പറയുന്നത്. ഇനി അതേസമയം BL മിത്തർ രാജിവെച്ചതോടുകൂടി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമായ വ്യക്തിയാണ് N മാധവറാവു എന്ന് പറയുന്നത്. എന്താണ്? BL മിത്ര രാജിവെച്ചതോടുകൂടി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമായ മറ്റൊരു വ്യക്തിയാണ് N മാധവറാവു എന്ന് പറയുന്നത്. ഓക്കെ, DP കേത്താന് പകരം അദ്ദേഹം മരിച്ചതോടുകൂടി എന്താണ് TT കൃഷ്ണമാചാരി വന്നു. ദെൻ BL മിത്ര രാജിവെച്ചതിനെ തുടർന്ന് N മാധവറാവു ആ സ്ഥാനത്തോട്ട് വന്നു. അങ്ങനെ മൊത്തം എന്താണ് 7 അംഗങ്ങളാണ് ഉള്ളത്. അതിലെ എന്താണ് അധ്യക്ഷൻ എന്ന് പറയുന്നത് ഡോക്ടർ BR അംബേദ്കർ ആണ്. 1947 ഓഗസ്റ്റ് 29 ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിച്ചത്. അടുത്ത ചോദ്യം, മതസ്വാതന്ത്ര്യത്തിനുള്ള വ്യക്തിയുടെ അവകാശം സംരക്ഷിക്കുന്ന ഭരണഘടന അനുച്ഛേദം ഏതാണ്? ഓപ്ഷൻ ഡി, ആർട്ടിക്കിൾ 25 ആണ്. മതസ്വാതന്ത്ര്യത്തിലുള്ള വ്യക്തിയുടെ അവകാശം സംരക്ഷിക്കുന്ന ഭരണഘടന അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 25. സ്വതന്ത്രമായ മതവിശ്വാസത്തിനും മതാചാരണത്തിനും മതപ്രചാരണത്തിനുമുള്ള സ്വാതന്ത്ര്യമാണ് ആർട്ടിക്കിൾ 25 ഉറപ്പ് നൽകുന്നത്. ഇന്ത്യക്ക് ഒരു ഔദ്യോഗിക മതമില്ല. PYQ അല്ലേ. ഇന്ത്യക്ക് എന്താണ് ഒരു ഔദ്യോഗിക മതമില്ല. പക്ഷെ എന്താണ് ഇന്ത്യ ഒരു മതത്തെയും പ്രോത്സാഹിപ്പിക്കുന്നുമില്ല. അതോടൊപ്പം എന്താണ് ഇന്ത്യ ഒരു മതത്തെയും പ്രോത്സാഹിപ്പിക്കുന്നുമില്ല. ഇന്ത്യക്ക് ഒരു ഔദ്യോഗിക മതവുമില്ല. മതസ്വാതന്ത്ര്യമായി നെഹ്റു പറഞ്ഞ ഒരു വാക്യം നമുക്ക് കേൾക്കാം. ധാരാളം മതങ്ങളുള്ള ഇന്ത്യയിലെ പോലെ ഒരു രാജ്യത്തെ ഗവൺമെന്റിന് ആധുനിക കാലഘട്ടത്തിൽ മതേതരത്തിന് അധിഷ്ഠിതമായല്ലാതെ പ്രവർത്തിക്കാൻ സാധ്യമല്ല. നമ്മുടെ ഭരണഘടന മതേതര സങ്കല്പത്തിൽ അധിഷ്ഠിതമായതും മതസ്വാതന്ത്ര്യം അനുവദിക്കുന്നതുമാണ്. ഇങ്ങനെ അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് ആര്? ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എന്താണ് സ്വതന്ത്രമായ മതവിശ്വാസത്തിനും മതാചാരണത്തിനും മതപ്രചാരണത്തിനുമുള്ള സ്വാതന്ത്ര്യം നൽകുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 25 എന്ന് പറയുന്നത്. ഇന്ത്യക്കൊരു ഔദ്യോഗിക മതമില്ല. അതോടൊപ്പം എന്താണ് ഇന്ത്യ ഒരു മതത്തെയും പ്രോത്സാഹിപ്പിക്കുന്നുമില്ല. ഓക്കെ, അടുത്ത ചോദ്യം, രണ്ടാം ബെർദോളി എന്നറിയപ്പെടുന്ന കേരളത്തിലെ പ്രദേശം ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഏതാണ്? ഓപ്ഷൻ ബി, പയ്യന്നൂർ ആണ് അല്ലേ. എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ്. രണ്ടാം ബെർദോളി എന്നറിയപ്പെടുന്ന കേരളത്തിലെ പ്രദേശമാണ് ഏത്? പയ്യന്നൂർ എന്ന് പറയുന്നത്. ഇനി ബെർദോളി സത്യാഗ്രഹം നടന്ന വർഷം ചോദിക്കുകയാണെങ്കിൽ അത് 1928 1928 ബെർദോളി സത്യാഗ്രഹം നടന്നത്. ഗ്രാമീണരെ നികുതി നിഷേധ സമരത്തിന്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നടത്തിയ വ്യക്തിയായിരുന്നു ആര്? സർദാർ വല്ലഭായ് പട്ടേൽ എന്ന് പറയുന്നത്.
അതുകൊണ്ട് തന്നെ ബർദോളി സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണെന്ന് ചോദിച്ചാൽ അതാരാണ്? അത് സർദാർ വല്ലഭായ് പട്ടേലാണ്. ബർദോളി സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ആര്? സർദാർ വല്ലഭായ് പട്ടേൽ എന്ന് പറയുന്നത്. ബർദോളി ഗാന്ധി എന്നറിയപ്പെടുന്ന ആരാണ്? അതും പട്ടേൽ തന്നെയാണ് അല്ലെ. ബർദോളി ഗാന്ധി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര നേതാവാണ് സർദാർ വല്ലഭായ് പട്ടേൽ എന്ന് പറയുന്നത്. പിവൈക്കോട് ചോദിച്ചൊരു ചോദ്യമാണ്, 1928 സർദാർ വല്ലഭായ് പട്ടേൽ ഗുജറാത്തിലെ കർഷകർക്ക് വേണ്ടി സംഘടിപ്പിച്ച സത്യാഗ്രഹം ഏതാണ്? ബർദോളി സത്യാഗ്രഹമാണ് അല്ലെ. അപ്പൊ നമുക്ക് അതിനകത്ത് 2-3 പോയിന്റ് കിട്ടി. 1928 സർദാർ വല്ലഭായ് പട്ടേൽ ഗുജറാത്തിലെ കർഷകർക്ക് വേണ്ടി സംഘടിപ്പിച്ച സത്യാഗ്രഹം അല്ലെ. 3 പോയിന്റ്സ് കിട്ടി. ഏതാണ് വർഷം? 28. ഇനി നേതൃത്വം കൊടുത്തത് സർദാർ വല്ലഭായ് പട്ടേലാണ്. കാര്യം, അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ എന്താണ്? ഗുജറാത്തിലെ കർഷകർക്ക് വേണ്ടി സംഘടിപ്പിച്ച ഒരു സത്യാഗ്രഹമായിരുന്നു ബർദോളി സത്യാഗ്രഹം എന്ന് പറയുന്നത്. രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്ന കേരളത്തിലെ പ്രദേശം ചോദിക്കുകയാണെങ്കിൽ അത് പയ്യന്നൂരുമാണ്. ഓക്കെ, അത്രയും കാര്യങ്ങളൊന്ന് ഓർത്തു വയ്ക്കാം. അടുത്തത് 1936 ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയ തിരുവിതാംകൂർ രാജാവ് ആരാണ്? എല്ലാവർക്കും അറിയാം അല്ലേ. ഓപ്ഷൻ ഡി ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മയാണ്. ഓപ്ഷൻ ഡി ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മയായിരുന്നു 1936 ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയ തിരുവിതാംകൂർ രാജാവ് എന്ന് പറയുന്നത്. തിരുവിതാംകൂറിലെ എല്ലാ ക്ഷേത്രങ്ങളിലും അവർണരായ ഹൈന്ദവർക്ക് പ്രവേശനത്തിന് കാരണമായ വിളംബരമാണ് ഇത് ക്ഷേത്രപ്രവേശന വിളംബരം എന്ന് പറയുന്നത്. ഡേറ്റ് ചോദിക്കുകയാണെങ്കിലോ അത് 1936 നവംബർ 12-നാണ്. 1936 നവംബർ 12-നാണ് തിരുവിതാംകൂറിലെ എല്ലാ ക്ഷേത്രങ്ങളിലും അവർണരായ ഹൈന്ദവർക്ക് പ്രവേശനത്തിന് കാരണമായ വിളംബരം എന്ന് പറയുന്നത്. ഇത് ഇനി പ്രഖ്യാപിച്ച ഭരണാധികാരി, നമ്മുടെ ചോദ്യം അതാണ് അല്ലെ. ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മയായിരുന്നു ആ പ്രഖ്യാപനം നടത്തിയത്. വിളംബര സമയത്തെ തിരുവിതാംകൂറിന്റെ ദിവാനാണ് ആര്? സർ CP രാമസ്വാമി അയ്യർ എന്ന് പറയുന്നത്. CP രാമസ്വാമി അയ്യരായിരുന്നു വിളംബര സമയത്തെ തിരുവിതാംകൂർ ദിവാൻ എന്ന് പറയുന്നത്. ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് അതെന്താണ്? അത് ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ്. ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അത് ക്ഷേത്രപ്രവേശന വിളംബരമാണ്. തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന പ്രക്ഷോഭം ആരംഭിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അതാരാണ്? TK മാധവനാണ്. വൈക്കം സത്യാഗ്രഹത്തിനൊക്കെ നേതൃത്വം കൊടുത്ത TK മാധവനാണ് എന്തെന്ന് പറയുന്നത്? തിരുവിതാംകൂറിലെ ക്ഷേത്രപ്രവേശന പ്രക്ഷോഭം ആരംഭിച്ചത്. 1923 കാക്കിനാട കോൺഗ്രസ് സമ്മേളനത്തിൽ ഐത്തോച്ചാടന പ്രമേയം അവതരിപ്പിച്ച വ്യക്തിയാണ് ആര്? TK മാധവൻ എന്ന് പറയുന്നത് അല്ലെ. 23 ആ ഒരു ടൈം കേൾക്കുമ്പോൾ നമ്മൾ എന്താണ് വൈക്കം സത്യാഗ്രഹം കണക്ട് ചെയ്യണം. 1923 കാക്കിനാട കോൺഗ്രസ് സമ്മേളനത്തിൽ ഐത്തോച്ചാടനത്തിനെതിരെ പ്രമേയം അവതരിപ്പിച്ച വ്യക്തിയാണ് ആര്? TK മാധവൻ എന്ന് പറയുന്നത്. കേരളത്തിലെ മാഗ്ന കാർട്ട എന്ന് വിശേഷിക്കപ്പെടുന്നത് PYQ ആണ്. എന്താണത്? ക്ഷേത്രപ്രവേശന വിളംബരമാണ്. തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന പ്രക്ഷോഭം നടക്കുമ്പോൾ അഖിലേന്ത്യാ ഹരിജൻ സേവക് സംഘിന്റെ പ്രസിഡന്റ് ആയിരുന്നു GD ബിർള എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. അഖിലേന്ത്യാ ഹരിജൻ സേവക് സംഘത്തിന്റെ സെക്രട്ടറി ആയിരുന്നു AV താക്കറെ എന്ന് പറയുന്നത്. ആ 2 പോയിന്റും ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കാം. ഇനി ഇമ്പോർട്ടൻ്റ് ആയ ഒരു പോയിന്റ് ആണ് വിളംബരം എഴുതി തയ്യാറാക്കിയത്. അതായത് ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ആരാണെന്ന് വെച്ചാൽ അതാരാണ്? ഉള്ളൂർ S പരമേശ്വര അയ്യറാണ്. ഉള്ളൂരാണ് ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത്. ക്ഷേത്രപ്രവേശന വിളംബരത്തെ തീർത്തും അഹിംസാപരവും രക്തരഹിതവുമായ വിപ്ലവം എന്ന് വിശേഷിപ്പിച്ച ആരാണെന്ന് വെച്ചാൽ അത് C രാജഗോപാലാചാര്യാണ്. PYQ ആണ്. ക്ഷേത്രപ്രവേശന വിളംബരത്തെ തീർത്തും അഹിംസാപരവും രക്തരഹിതവുമായ വിപ്ലവം എന്ന് വിശേഷിപ്പിച്ച C രാജഗോപാലാചാര്യാണ്. ഇനി വിളംബരത്തെ തിരുവിതാംകൂറിന് ആധ്യാത്മിക രേഖ എന്ന് വിശേഷിപ്പിച്ചത് TK വേലുപ്പിള്ളിയാണ്. അത് അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച് കണ്ടിട്ടില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. പക്ഷേ ക്ഷേത്രപ്രവേശന വിളംബരത്തെ തീർത്തും അഹിംസാപരവും രക്തരഹിതവുമായ വിപ്ലവം എന്ന് വിശേഷിപ്പിച്ച C രാജഗോപാലാചാര്യ, അത് PYQ ആണ്. ഇനി ഗാന്ധിജി 2 പോയിന്റ് പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ്? ആധുനിക കാലത്തിലെ മഹാ അത്ഭുതമെന്നും ജനങ്ങളുടെ ആധ്യാത്മിക വിമോചനത്തിന്റെ ആധികാരിക രേഖയായ സ്മൃതി എന്നുമാണ് ഗാന്ധിജി ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചത്. ആധുനിക കാലത്തിന്റെ മഹാ അത്ഭുതമെന്നും ജനങ്ങളുടെ ആധ്യാത്മിക വിമോചനത്തിന്റെ ആധികാരിക രേഖയായ സ്മൃതി എന്നുമാണ് ഗാന്ധിജി ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചത്. അത് 2ഉം ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ചോദ്യം, ആരുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ് 1932 ഒക്ടോബർ 2 K കേളപ്പൻ ഗുരുവായൂർ സത്യാഗ്രഹം അവസാനിപ്പിച്ചത്? ആരുടെയാണ്? ഓപ്ഷൻ സി ഗാന്ധിജിയുടേതാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ എല്ലാ ജാതിയിലും പെട്ട ഹിന്ദുക്കൾക്ക് പ്രവേശനം അനുവദിച്ചു കൊടുക്കുക എന്നതായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹത്തിലൂടെ ലക്ഷ്യം വെച്ച കാര്യമെന്ന് പറയുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ എല്ലാ ജാതിയിൽപ്പെട്ട ഹിന്ദുക്കൾക്കും എന്താണ് പ്രവേശനം നൽകുകയായിരുന്നു ലക്ഷ്യമെന്ന് പറയുന്നത്. ആരംഭിച്ച ഡേറ്റ് ആണ് 1931 നവംബർ 1 എന്ന് പറയുന്നത്. 1931 നവംബർ 1 ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത്.
നേതൃത്വം നൽകിയ സംഘടനയാണ് KPCC എന്ന് പറയുന്നത്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ സംഘടന ചോദിച്ചാൽ അത് KPCC ആണ്. ഓക്കെ, ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി ആരായിരുന്നു ചോദിച്ചാൽ അതാരാണ്? അത് K. കേളപ്പനാണ് അല്ലേ. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നു K. കേളപ്പൻ എന്ന് പറയുന്നത്. പ്രസിഡന്റ് ചോദിച്ചാൽ അത് മന്നത്ത് പത്മനാഭനാണ്. മന്നത്ത് പത്മനാഭനായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. ഇനി വോളണ്ടിയർ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് അത് AKG ആയിരുന്നു അല്ലേ. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആയിരുന്നു AKG എന്ന് പറയുന്നത്. സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ് K. കേളപ്പൻ. പ്രസിഡന്റ് ചോദിച്ചാൽ അത് മന്നത്ത് പത്മനാഭനാണ്. ഓക്കെ, ഇനി ഗുരുവായൂർ സത്യാഗ്രഹത്തോടനുബന്ധിച്ച് K. കേളപ്പൻ നിരാഹാര സത്യാഗ്രഹം ആരംഭിച്ച ഡേറ്റ് ആണ് ഇത് 1932 സെപ്റ്റംബർ 21 എന്ന് പറയുന്നത്. 1932 സെപ്റ്റംബർ 21 അദ്ദേഹം എന്താണ് നിരാഹാരം അനുഷ്ഠിച്ചത്. ഇനി എന്താണ് ഗാന്ധിജി ഇടപെട്ട നിരാഹാര സത്യാഗ്രഹം പിൻവലിച്ച ഡേറ്റ് ആണ് നമുക്കിവിടെ ചോദ്യത്തിൽ തന്നിരിക്കുന്നത്. 1932 ഒക്ടോബർ 2 അല്ലെ. ഗാന്ധിജിയുടെ പിറന്നാൾ അല്ലെ, ഗാന്ധി ജയന്തിയാണ് ഒക്ടോബർ 2 എന്ന് പറയുന്നത്. നമുക്ക് അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. അന്ന് അദ്ദേഹം എന്താണ് ഒരു സത്യാഗ്രഹം പിൻവലിക്കാനായിട്ട് K. കേളപ്പനോട് പറഞ്ഞു എന്നൊന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഗാന്ധിജി ഇടപെട്ട് നിരാഹാര സത്യാഗ്രഹം പിൻവലിച്ച ഡേറ്റ് ആണ് 1932 ഒക്ടോബർ 2 എന്ന് പറയുന്നത്. ഗുരുവായൂർ ക്ഷേത്രം മണിയടിച്ച ആദ്യത്തെ അബ്രാഹ്മണനാണ് P. കൃഷ്ണപിള്ള എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ മണിയടിച്ച ആദ്യമായിട്ട് മണി മുഴക്കി അബ്രാഹ്മണൻ ചോദിച്ചാൽ അതാരാണെന്ന് പറഞ്ഞാൽ അത് P. കൃഷ്ണപിള്ളയാണ്. ഓക്കെ, അപ്പോൾ അത്രയും പോയിന്റ്സ് നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ടെന്ന് ഓർത്തിരിക്കുക. അതോടൊപ്പം എന്താണ് സത്യാഗ്രഹ വോളണ്ടിയർ ക്യാപ്റ്റൻ AKG നമ്മൾ പറഞ്ഞു, അത് ഓർക്കുക. അതോടൊപ്പം സത്യാഗ്രഹത്തിന്റെ പ്രചാരണ കമ്മിറ്റിയാണ് TS സുബ്രഹ്മണ്യം തിരുമുമ്പ് എന്ന് പറയുന്നത്. അതങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല, പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പോയിന്റ് ആണ്. അപ്പം നമ്മൾ പറഞ്ഞു സെക്രട്ടറി എന്ന് പറയുന്ന K. കേളപ്പൻ, പ്രസിഡന്റ് മന്നത്ത് പത്മനാഭൻ, വോളണ്ടിയർ ക്യാപ്റ്റൻ ആയിരുന്നു AKG ആയിരുന്നു. പിന്നെ ഗാന്ധിജി ഇടപെട്ട് നിരാഹാര സത്യാഗ്രഹം 1932 ഒക്ടോബർ 2 പിൻവലിക്കാനായിട്ട് പറഞ്ഞു. സെപ്റ്റംബർ 21 നിരാഹാരം ആരംഭിച്ചത്. ഇനി ഒക്ടോബർ 2 അത് പിൻവലിക്കാനായിട്ട് പറഞ്ഞു. ആദ്യത്തെ അബ്രാഹ്മണൻ ക്ഷേത്രമണി അടിച്ച ആദ്യത്തെ അബ്രാഹ്മണൻ ചോദിക്കാനാണ്, അതായത് P. കൃഷ്ണപിള്ളിയാണ്. ഓക്കെ, അടുത്ത ചോദ്യം. രണ്ടാം ഈഴവ മെമ്മോറിയൽ എന്നറിയപ്പെട്ട 1900 ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് ആർക്കാണെന്നാണ് ചോദിക്കുന്നത്. ആർക്കാണ്? ഓപ്ഷൻ A ലോർഡ് കഴ്സൺ ആണ്. കഴ്സൺ പ്രഭുവാണ് രണ്ടാം ഈഴവ മെമ്മോറിയൽ എന്നറിയപ്പെട്ട 1900 ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് ആർക്കാണെന്ന് വെച്ചാൽ അത് ലോർഡ് കഴ്സൺ ആണ്. സർക്കാർ ഉദ്യോഗങ്ങളിൽ ഈഴവർക്ക് അവസരം വേണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പുറപ്പെടുവിച്ച അല്ലെങ്കിൽ സമർപ്പിക്കപ്പെട്ട നിവേദനമാണ് ഇത് ഈഴവ മെമ്മോറിയൽ എന്ന് പറയുന്നത്. മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ആരാണെന്ന് വെച്ചാൽ അത് ഡോക്ടർ പൽപ്പു ആണ്. ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ഡോക്ടർ പൽപ്പു ആണ്. അതിലാകെ ഒപ്പുവെച്ചവരുടെ എണ്ണം ചോദിച്ചാൽ അത് 13,176 ആണ്. അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഓക്കെ, 13,176 പേരാണ് അതിൽ മൊത്തം ഒപ്പുവെച്ചവരുടെ എണ്ണം എന്ന് പറയുന്നത്. അത് ആർക്കാണ് സമർപ്പിക്കട്ടെ? നമ്മൾ പറയുന്ന ഈഴവ മെമ്മോറിയലിനെ പറ്റിയാണ്. അത് സമർപ്പിക്കപ്പെട്ടത് ഭരണാധികാരിയാണെങ്കിൽ അത് ശ്രീമൂലം തിരുനാളാണ്. ശ്രീമൂലം തിരുനാളിലായിരുന്നു ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത്. എന്നായിരുന്നു വർഷം ചോദിച്ചാൽ അത് 1896 ഇമ്പോർട്ടൻ്റ് ആണ്. 1896 സെപ്റ്റംബർ 3 ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത്. 13,176 പേര് 13,176 പേരാണ് മുഴുവൻ അതിൽ ഒപ്പുവെച്ചവരുടെ എണ്ണം എന്ന് പറയുന്നത്. സമർപ്പിക്കപ്പെട്ട ഭരണാധികാരിയാണ് ശ്രീമൂലം തിരുനാൾ എന്ന് പറയുന്നത്. അതിൽ ഈഴവ മെമ്മോറിയലിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ആര്? ഡോക്ടർ പൽപ്പു എന്ന് പറയുന്നത്. ഇനി അതേസമയം രണ്ടാം ഈഴവ മെമ്മോറിയൽ 1896 ഈഴവ മെമ്മോറിയലിലെ ആവശ്യങ്ങൾ ദിവാൻ ശങ്കര സുബൈർ നിരസിച്ചു കളഞ്ഞതിനാൽ അത് പരാജയപ്പെട്ടു. അതിനെ തുടർന്ന് രണ്ടാം ഈഴവ മെമ്മോറിയൽ ഡോക്ടർ പൽപ്പുവിന്റെ നേതൃത്വത്തിൽ തന്നെ 1900 കഴ്സൺ പ്രഭുവിന് തിരുവിതാംകൂർ സന്ദർശന വേളയിൽ സമർപ്പിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. അപ്പം എന്താണ് രണ്ടാം ഈഴവ മെമ്മോറിയലും നേതൃത്വം കൊടുത്തത് ഡോക്ടർ പൽപ്പു തന്നെയായിരുന്നു. 1900 കഴ്സൺ പ്രഭുവിനാണ് അത് സമർപ്പിക്കപ്പെട്ടത്. ഓക്കെ, അപ്പൊ അതും കൂടെ ഒന്ന് ഓർത്തു വെക്കാം. അടുത്ത ചോദ്യം, സെബിയുടെ പൂർണ്ണ രൂപം എന്താണ്? SEBI സെബിയുടെ പൂർണ്ണ രൂപമാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ B ആണ്. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നതാണ് സെബിയുടെ പൂർണ്ണ രൂപം. ഇന്ത്യയിലെ ഓഹരി വിപണികളെ നിയന്ത്രിക്കുന്നതിനും സഹായിക്കുന്നതിനും വേണ്ടി സ്ഥാപിതമായ സ്ഥാപനമാണ് ഇത് സെബി എന്ന് പറയുന്നത്. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ ഓഹരി വിപണികളെ നിയന്ത്രിക്കുന്നതിനും അതിനെ സഹായിക്കുന്നതിനും വേണ്ടി സ്ഥാപിതമായ സ്ഥാപനമാണ് സെബി എന്ന് പറയുന്നത്. 1988 സ്ഥാപിതമായത്. 1988 ഇമ്പോർട്ടൻ്റ് ആണ്. 1988 സെബി സ്ഥാപിതമായത്. ആസ്ഥാനം ചോദിച്ചാൽ അത് മുംബൈയിലാണ്. ആസ്ഥാനം എന്ന് പറയുന്നത് മുംബൈയിലാണ്. ഓക്കെ, സെബിയുടെ ആദ്യത്തെ ചെയർമാനാണ് SA ഡാവെ എന്ന് പറയുന്നത്. SA ഡാവെയാണ് സെബിയുടെ ആദ്യത്തെ ചെയർമാൻ എന്ന് പറയുന്നത്. നിലവിലെ ചെയർമാൻ ചോദിച്ചാലോ അത്
തുഹിർ കാന്ത പാണ്ഡെയാണ് സെബിയുടെ നിലവിലെ ചെയർമാൻ എന്ന് പറയുന്നത്. മാധവി പുരിഭൂഷ് അദ്ദേഹം മാറി. നിലവിലെ ചെയർമാൻ എന്ന് പറയുന്നത് തുഹിർ കാന്ത പാണ്ഡെയാണ്. അത്രയും കാര്യങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ 1988 സ്ഥാപിതമായി. ആസ്ഥാനം എന്ന് പറയുന്നത് മുംബൈയാണ്. അടുത്തത്, പാരീസ് ഒളിമ്പിക്സിൽ അമേരിക്കയും ചൈനയും നേടിയ സ്വർണ്ണ മെഡലുകളുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണെന്നാണ് ചോദിക്കുന്നത്. എത്രയാണ്? ഓപ്ഷൻ ഡി 40 ആണ്. 40 മെഡലുകളാണ്, സ്വർണ്ണ മെഡലുകളാണ് അമേരിക്കയും ചൈനയും നേടിയത് അല്ലേ. അമേരിക്ക നേടിയത് 40 സ്വർണം, 44 വെള്ളി, 42 വെങ്കലം. ഓക്കെ, 40, 44, 42. 40 സ്വർണം, 44 വെള്ളി, 42 വെങ്കലം. അങ്ങനെ മൊത്തം 126 മെഡലുകളോടുകൂടി അമേരിക്കയാണ് ഒന്നാം സ്ഥാനം നേടിയത്. പാരീസ് ഒളിമ്പിക്സ് 2024 പാരീസ് ഒളിമ്പിക്സിലെ ജേതാവ് എന്ന് പറയുന്നത് അത് USA അല്ലെങ്കിൽ അമേരിക്കയാണ്. 40 സ്വർണം, 44 വെള്ളി, 42 വെങ്കലം നേടി മൊത്തം 126 മെഡൽ. ഇനി അതേസമയം ചൈനയാണെങ്കിൽ എത്രയാ? 40 സ്വർണം തന്നെ. ഇനി 27 വെള്ളി, 24 വെങ്കലം. 40 സ്വർണം, 27 വെള്ളി, 24 വെങ്കലം. അങ്ങനെ മൊത്തം 91 മെഡലുകളോടുകൂടി ചൈനയാണ് രണ്ടാം സ്ഥാനം എന്ന് പറയുന്നത്. ചൈനയ്ക്കാണ് രണ്ടാം സ്ഥാനം, 91 മെഡലുകൾ, 40 സ്വർണം, 27 വെള്ളി, 24 വെങ്കലം. ഇനി ഇന്ത്യയുടെ സ്ഥാനം ചോദിക്കുകയാണെങ്കിൽ അത് 71 ആണ്. ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 71 ആണ്. മൊത്തം എത്ര മെഡലുകളാണ് നമുക്ക് ലഭിച്ചത്? 6 മെഡലുകളാണ് അല്ലേ. ഓക്കെ, ഗോൾഡ് ഉണ്ടായിരുന്നോ? ഗോൾഡ് ഇല്ലായിരുന്നു. സിൽവർ ആണ് നമുക്ക് ലഭിച്ചത്. സിൽവർ 1, പിന്നെ വെങ്കലം 5. 1 വെള്ളിയും 5 വെങ്കലവുമാണ് നമുക്ക് ലഭിച്ചത്. അതിൽ എന്താണ് നമുക്ക് സിൽവർ മെഡൽ ലഭിച്ചത് ആരുടെയാണ്? നീരജ് ചോപ്ര അല്ലേ. ഹരിയാന സ്വദേശിയായ നീരജ് ചോപ്ര. അദ്ദേഹത്തിന്റെ ഇനമാണ് ഏതെന്ന് പറഞ്ഞാൽ ജാവലിൻ ത്രോ അല്ലേ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പോയിന്റാണ് ജാവലിൻ ത്രോ എന്ന് പറയുന്നത്. നീരജ് ചോപ്ര. അപ്പം അദ്ദേഹത്തിനായിരുന്നു വെള്ളി മെഡൽ ലഭിച്ചത്. ഇനി എന്താണ്, നമുക്ക് 5 വെങ്കലം ഉണ്ടെന്ന് പറഞ്ഞു. മനു ഭാക്കർ 2 മെഡൽ നേടി. പിന്നെ എന്താണ്, സർബ്ജോത് സിംഗ്, സ്വപ്നിൽ കുസാലെ മെൻസ് പിന്നെ ഹോക്കി ടീമിന് കിട്ടി. അതോടൊപ്പം അമൻ സെഹ്റാവത്ത്. അങ്ങനെ മൊത്തം നമുക്ക് 5 വെങ്കലവും 1 സിൽവർ മെഡലുമാണ് നമുക്ക് ഇന്ത്യക്ക് ലഭിച്ചത്. 71 സ്ഥാനമായിരുന്നു. മൊത്തം നമുക്ക് ലഭിച്ച മെഡലുകളുടെ എണ്ണം എന്ന് പറയുന്നത് 6 ആണ്. USA ആയിരുന്നു അതിലെ ജേതാവ് എന്ന് പറയുന്നത്. 126 മെഡൽ. രണ്ടാമത് ചൈന. ഇനി 3-ാം സ്ഥാനം എന്ന് പറയുന്നത് ജപ്പാനാണ്. അതും കൂടെ ഒന്ന് ഓർത്ത് വയ്ക്കുക. ജപ്പാനായിരുന്നു 3-ാം സ്ഥാനം എന്ന് പറയുന്നത്. അടുത്തത്, അഗ്നി, സൂര്യ, ഇന്ത്യൻ പ്രതിരോധത്തിന്റെ ഭാഗമായ ഈ പേരുകൾ താഴെ പറയുന്നതിൽ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണെന്നാണ് ചോദിക്കുന്നത്. എന്താണ്? ഓപ്ഷൻ ഡി ആണ്. മിസൈലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അഗ്നി, സൂര്യ എന്നൊക്കെ പറയുന്നത് ഇന്ത്യൻ പ്രതിരോധത്തിന്റെ ഭാഗമായ ഈ പേര് എന്തുമായി ബന്ധപ്പെട്ടാണെന്ന് വെച്ചാൽ അത് മിസൈലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അടുത്ത ചോദ്യം ഡിലീറ്റഡ് ആയിരുന്നേ. നമുക്ക് 26-ാമത്തെ ചോദ്യത്തിലോട്ട് പോവാം. ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് ശരിയല്ലാത്ത ജോഡിയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഓപ്ഷൻ എ ആന്ധ്രാപ്രദേശ് ഹൈദരാബാദ് എന്ന് പറയുന്നത് തെറ്റാണ്. അതേസമയം ഉത്തരാഖണ്ഡ് ഡെറാഡൂണ്, ബീഹാർ പാറ്റ്ന, മിസോറാം ഐസ്വാൾ എന്ന് പറയുന്നത് ശരിയായതാണ്. അതെന്താണ്? സംസ്ഥാനങ്ങളും അവയുടെ ക്യാപിറ്റൽ അല്ലേ, അവരുടെ തലസ്ഥാനവുമാണ് നൽകിയിരിക്കുന്നത്. ഉത്തരാഖണ്ഡിന്റെ ഡെറാഡൂണ്, ബീഹാറിന്റെ പാറ്റ്ന, മിസോറാമിന്റെ ഐസ്വാൾ. ആന്ധ്രാപ്രദേശിന്റെ ഏതാണ്? അത് അമരാവതിയാണ് അല്ലേ. അത് അമരാവതിയാണ്. ഓക്കെ, അടുത്ത ചോദ്യം, ഇന്ത്യയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ്. 1, 3 ആണ് ഇവിടെ ശരിയായിട്ട് കൊടുത്തിരിക്കുന്നത്. ലോകരാജ്യങ്ങളിൽ വലിപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് അത് 7 ആണ് അല്ലേ. ശരിയാണ്. 7-ാം സ്ഥാനമാണ് വലിപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത്. ഇന്ത്യയിൽ 29 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് നിലവിലുള്ളത്. അത് തെറ്റാണ് അല്ലേ. ഇന്ത്യയിൽ ഇപ്പോൾ നിലവിൽ എത്രയാണ്? 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് നിലവിലുള്ളത്. SRT പ്രകാരം ഇന്ത്യയിൽ 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് നിലവിലുള്ളത്. ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് മധ്യപ്രദേശ് എന്ന് പറയുന്നത്. അതും ശരിയായ പോയിന്റ് ആണ് അല്ലേ. ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ചോദിച്ചാൽ അത് മധ്യപ്രദേശാണ്. ലോകരാജ്യങ്ങളിൽ വലുപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 7-ാമതാണ്. ഇന്ത്യയിലെ 29 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് നിലവിലുള്ളത്. അടുത്ത ചോദ്യം, ഉത്തരപർവ്വത മേഖലയെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന ഏതാണ്? തെറ്റായ പ്രസ്താവനയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ്. അതായത് 3-ാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റായിട്ട് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഉത്തരപർവ്വത മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വത നിരകളുടെ അടിസ്ഥാനത്തിൽ ട്രാൻസ് ഹിമാലയം, ഹിമാലയം, പൂർവാചൽ എന്നിങ്ങനെ തരംതിരിച്ചിരിക്കുന്നു. അതായത് ഉത്തരപർവ്വത മേഖലയെ അതിന്റെ പർവ്വത നിരകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ട്രാൻസ് ഹിമാലയം, ഹിമാലയം, പൂർവാചൽ. അത് ശരിയായതാണ്. ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളുടെ അടിസ്ഥാനത്തിൽ ഹിമാലയൻ നിരകളെ ശിവാലിക, ഹിമാചല, ഹിമാദ്രി എന്നിങ്ങനെ തരംതിരിച്ചിരിക്കുന്നു. അതും ശരിയാണ് അല്ലേ. ഹിമാദ്രി, ഹിമാചല, ശിവാലിക നേരെ തിരിച്ചിട്ടാണ് തന്നിരിക്കുന്നത്. നമുക്ക് ആ ഒരു ഓർഡർ നമ്മൾ പറയുന്നത് ഹിമാദ്രി, ഹിമാചല, ശിവാലിക് എന്നാണ്. ഓക്കെ, ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളുടെ അടിസ്ഥാനത്തിൽ ഹിമാലയൻ നിരകളെ ശിവാലിക, ഹിമാചല, ഹിമാദ്രി എന്നിങ്ങനെയായിട്ട്
തരംതിരിച്ചിരിക്കുന്നത്. എവറസ്റ്റ് പോലുള്ള വമ്പൻ പർവ്വതങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ശിവാലിക്കിലാണ്. അത് തെറ്റായ പ്രസ്താവനയാണ് അല്ലേ. ഹിമാദ്രിയിലാണ് ഏതെന്ന് പറയുന്നത് എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടികളാണ് എവറസ്റ്റ്, കാഞ്ചൻജംഗ, നന്ദാദേവി, നങ്ക പർവ്വതം എന്നൊക്കെ പറയുന്നത്. അതെല്ലാം ഏത് പർവ്വത നിരയിലാണെന്ന് ചോദിച്ചാൽ അത് ഹിമാദ്രിയിലാണ്, ശിവാലിക്കിലല്ല, ഹിമാദ്രിയിലാണ്. അതാണ് ഇവിടെ തെറ്റായിട്ട് കൊടുത്തിരിക്കുന്നത്. അടുത്തത് നാഗ, ഖാസി, ഗാരോ കുന്നുകൾ പൂർവാഞ്ചലിൽ സ്ഥിതി ചെയ്യുന്നു. അത് ശരിയായ പോയിന്റാണ്. നാഗ, ഖാസി, ഗാരോ കുന്നുകൾ എന്താണ് പൂർവാഞ്ചലിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഉത്തരപർവ്വത മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വത നിരകളുടെ അടിസ്ഥാനത്തിൽ ട്രാൻസ് ഹിമാലയം, ഹിമാലയം, പൂർവാഞ്ചൽ എന്നിങ്ങനെ മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളുടെ അടിസ്ഥാനത്തിൽ ഹിമാലയൻ നിരകളെ ശിവാലിക, ഹിമാചൽ, ഹിമാദ്രി എന്നിങ്ങനെ തരംതിരിച്ചിട്ടുണ്ട്. എവറസ്റ്റ് പോലുള്ള വമ്പൻ പർവ്വതങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഹിമാദ്രി മലനിരയിലാണ്, ഹിമാദ്രി പർവ്വത നിരയിലാണ്. നാഗ, ഖാസി, ഗാരോ കുന്നുകൾ പൂർവാഞ്ചലിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് രാജസ്ഥാൻ, പഞ്ചാബ്, ഹരിയാന, ഗുജറാത്ത്. അതിൽ ഉൾപ്പെടാത്തത് ഏതാണെന്ന് വെച്ചാൽ അത് ഏതാണ്? ഹരിയാനയാണ്. ഓപ്ഷൻ സി ഹരിയാന. പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടാത്തതാണ് ഹരിയാന എന്ന് പറയുന്നത്. അടുത്തത്, കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന ഏതാണ്? തെറ്റായതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി, 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ തെറ്റ്. ഓക്കെ, കേരളത്തിൽ 941 ഗ്രാമപഞ്ചായത്തുകളുണ്ട്. ശരിയാണല്ലേ. കേരളത്തിൽ എന്താണ്? 941 ഗ്രാമപഞ്ചായത്ത് ഉണ്ട്. 87 മുനിസിപ്പാലിറ്റികളും 6 മുനിസിപ്പൽ കോർപ്പറേഷനുകളും കേരളത്തിലുണ്ട്. അതും ശരിയാണല്ലേ. 87 മുനിസിപ്പാലിറ്റിയും 6 മുനിസിപ്പൽ കോർപ്പറേഷനുകളുമാണ് എന്താ കേരളത്തിൽ ഉള്ളത്. അർദ്ധനഗര പ്രദേശങ്ങളിൽ ഭരണം നടത്തുന്നത് നഗരപഞ്ചായത്തുകളാണ്. അർദ്ധനഗര പ്രദേശങ്ങളിൽ എന്താണ് ഭരണം നടത്തുന്നത്? നഗരപഞ്ചായത്താണ്. നിരവധി ഗ്രാമപഞ്ചായത്തുകൾ ചേർന്നതാണ് വാർഡ് പഞ്ചായത്ത് എന്ന് പറയുന്നത്. അത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്, അത് തെറ്റായ പോയിന്റ് ആണ്. ഓക്കെ, അപ്പം കേരളത്തിൽ 941 ഗ്രാമപഞ്ചായത്ത് ഉണ്ട്, 87 മുനിസിപ്പാലിറ്റികളും 6 മുനിസിപ്പൽ കോർപ്പറേഷനുകളും ഉണ്ട്. അർദ്ധനഗര പ്രദേശങ്ങളിൽ ഭരണം നടത്തുന്നത് നഗരപഞ്ചായത്തുകളാണ്. അടുത്ത ചോദ്യം, കേരളത്തിന്റെ സമുദ്രതീരം സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി, എല്ലാം ശരിയാണ്. കേരളത്തിലെ കടൽ തീരം 590 കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്നു. ഇമ്പോർട്ടൻ്റ് ആണ്. 580 മാറി 590 ആയിട്ടുണ്ട്. അപ്പം അത് ഒന്ന് ഓർത്ത് വെക്കാനായിട്ട് ശ്രമിക്കാം. കേരളത്തിന്റെ കടൽ തീരം എന്ന് പറയുന്നത് 590 കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്നു. നിലവിൽ സംസ്ഥാനത്ത് 222 കടലോര മത്സ്യഗ്രാമങ്ങളുണ്ട്. നിലവിലെ സംസ്ഥാനത്ത് എന്താണ്? 222 കടലോര മത്സ്യഗ്രാമങ്ങളുണ്ട്. മത്സ്യമേഖലയുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയാണ് കേരള ജലകൃഷി വികസന ഏജൻസി അഥവാ അഡാക്ക് എന്ന് പറയുന്നത്. മത്സ്യമേഖലയുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയാണ് ഇത് കേരള ജലകൃഷി വികസന ഏജൻസി അഥവാ അഡാക്ക് എന്ന് പറയുന്നത്. കേരളത്തിന്റെ കടൽ തീര ദൈർഘ്യം 590 കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്നു. നിലവിലെ സംസ്ഥാനത്ത് 222 കടലോര മത്സ്യഗ്രാമങ്ങളുണ്ട്. മത്സ്യമേഖലയുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയാണ് കേരള ജലകൃഷി വികസന ഏജൻസി അഥവാ അഡാക്ക് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളും ദേശീയോദ്യാനങ്ങളും സംബന്ധിച്ച വിവരങ്ങളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. അതിൽ ശരിയായ ജോഡികളാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഓപ്ഷൻ എ ആണ്. 2, 3 ആണ് ശരിയായിട്ട് കൊടുത്തിരിക്കുന്നത്. പാമ്പാടുംചോല ഏത് ജില്ലയിലാണ്? അത് ഇടുക്കി ജില്ലയിലാണ്. പാമ്പാടുംചോല എന്ന് പറയുന്നത് അത് ഇടുക്കി ജില്ലയിലാണ്. ആറളം വന്യജീവി സങ്കേതം അത് എന്താണ്? അത് കണ്ണൂർ ജില്ലയിലാണ്. ആറളം വന്യജീവി സങ്കേതം എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയിലാണ്. മതികെട്ടാഞ്ചോല വന്യജീവി സങ്കേതം എവിടെയാണ്? അത് ഇടുക്കി ജില്ലയിലാണ് അല്ലേ. ഇവിടെ വയനാട് നിന്നാണ് തന്നിരിക്കുന്നത്, അത് തെറ്റാണ്. ഇടുക്കി ജില്ലയിലാണ് മതികെട്ടാഞ്ചോല എന്ന് പറയുന്നത്. ഇനി കരിമ്പുഴ വന്യജീവി സങ്കേതമോ? അത് മലപ്പുറം ജില്ലയിലാണ് അല്ലേ. കരിമ്പുഴ വന്യജീവി സങ്കേതം കൊല്ലത്തല്ല, അത് മലപ്പുറം ജില്ലയിലാണ്. ഓക്കെ, മതികെട്ടാഞ്ചോല ഇടുക്കി, പാമ്പാടുംചോല ഇടുക്കി, ആറളം വന്യജീവി സങ്കേതം അത് കണ്ണൂർ, കരിമ്പുഴ വന്യജീവി സങ്കേതം അത് മലപ്പുറം ജില്ലയിലാണ്. അടുത്ത ചോദ്യം, കേരളത്തിനെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉം ആണ് ശരിയെന്ന് പറയുന്നത്. മുഴുവൻ ഗ്രാമങ്ങളിലും ബാങ്കിംഗ് സേവനം ലഭ്യമാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് ഇത് കേരളം എന്ന് പറയുന്നത്. അത് ശരിയായ പോയിന്റ് ആണ്. മുഴുവൻ ഗ്രാമങ്ങളിലും ബാങ്കിംഗ് സേവനം ലഭ്യമാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം. കായിക വിദ്യാഭ്യാസം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ അതും എന്താണ്? കേരളം തന്നെയാണ്. കായിക വിദ്യാഭ്യാസ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ അതും കേരളം തന്നെയാണ്. ജനസാന്ദ്രത കൂടിയ ജില്ല ചോദിച്ചാലോ? അത് തിരുവനന്തപുരമാണ്. ഇവിടെ നൽകിയിരിക്കുന്ന മലപ്പുറം എന്നാണ്. മലപ്പുറം എന്ന് പറയുന്നത് എന്താണ്? കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ലയാണ്. ജനസംഖ്യയുള്ള ജില്ലയാണ് മലപ്പുറം എന്ന് പറയുന്നത്. പക്ഷെ ജനസാന്ദ്രത ഏറ്റവും കൂടിയ ജില്ല എന്ന് പറയുന്നത് തിരുവനന്തപുരമാണ്. ജനസാന്ദ്രത കുറഞ്ഞോ ചോദിച്ചാൽ അത് ഇടുക്കിയാണ്. ഇടുക്കിയാണ് ജനസാന്ദ്രത ഏറ്റവും കുറഞ്ഞ ജില്ല എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം,
കേരളത്തിലെ വിവിധ വൈദ്യുത പദ്ധതികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയല്ലാത്ത പോയിന്റ് എന്ന് പറയുന്ന ഓപ്ഷൻ സി, മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ തെറ്റായിട്ട് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികളാണ് കൂടുതലുള്ളത്. അത് ശരിയായ പോയിന്റ് ആണ് അല്ലേ. കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികളാണ് കൂടുതലായിട്ടുള്ളത്. കേരളത്തിലെ വിവിധ വൈദ്യുത സ്രോതസ്സുകളാണ് താപവൈദ്യുതി, ജലവൈദ്യുതി, കാറ്റ്, സൗരവൈദ്യുതി എന്ന് പറയുന്നത്. കേരളത്തിലെ വിവിധ വൈദ്യുത സ്രോതസ്സുകളാണ് ഏതൊക്കെ? താപവൈദ്യുതി, ജലവൈദ്യുതി, കാറ്റ്, സൗരവൈദ്യുതി എന്ന് പറയുന്നത്. തിരമാലയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ പദ്ധതിയാണ് നീണ്ടകര എന്ന് പറയുന്നത്. അത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. പൂർണ്ണമായും വൈദ്യുതീകരിച്ച സംസ്ഥാനം എന്നറിയപ്പെടുന്നത് കേരളമാണ്. പൂർണ്ണമായും വൈദ്യുതീകരിച്ച സംസ്ഥാനം എന്നറിയപ്പെടുന്നത് അത് കേരളമാണ്. അത് 3 ഇവിടെ ശരിയായിട്ട് കൊടുത്തിരിക്കുന്നത്. അടുത്ത ചോദ്യം, കേരളത്തിലെ ജലാശയങ്ങളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ. കേരളത്തിലെ ജലാശയങ്ങളെ സംബന്ധിച്ചത് ശരിയായതാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ എല്ലാം ശരിയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അഷ്ടമുടി കായൽ കേരളത്തിലെ കായലുകളിലേക്കുള്ള കവാടം എന്നാണ് അറിയപ്പെടുന്നത്. അത് ശരിയാണ് അല്ലേ. അഷ്ടമുടി കായൽ കേരളത്തിലെ കായലുകളിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്നു. ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട കായൽ എന്ന് പറയുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ഏത്? ശാസ്താംകോട്ട എന്ന് പറയുന്നത്. വേമ്പനാട്ട് കായൽ ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്നു. വേമ്പനാട്ട് കായൽ എന്താണ്? ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലായിട്ടാണ് വ്യാപിച്ച് കിടക്കുന്നത്. ഈ 3 പോയിന്റും ശരിയായിട്ടാണ് നൽകിയിരിക്കുന്നത്. അടുത്ത ചോദ്യം, കേരളത്തിലെ നദികളെ സംബന്ധിച്ച് ശരിയായത് ഏതെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ഇവിടെ ശരിയായിട്ട് കൊടുത്തിരിക്കുന്നത്? ഓപ്ഷൻ സി ആണ്. അതായത് 3ാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ ശരിയായിട്ട് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, കുന്തിപ്പുഴ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദിയാണെന്ന് പറഞ്ഞു. അത് ശരിയായ പോയിന്റ് ആണ്. പമ്പ എന്താണ്? അത് പടിഞ്ഞാറോട്ട് ഒഴുകുന്നതാണ് അല്ലേ. പമ്പ എന്ന് പറയുന്ന പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത്. പാമ്പാർ അത് കിഴക്കോട്ടാണ് ഒഴുകുന്നത്. പാമ്പാർ കിഴക്കോട്ടാണ്. പെരിയാർ എന്ന് പറയുന്നത് എന്താണ്? അത് പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത്. ഓക്കെ, അതും പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത്. അത് നമുക്കറിയാം. കേരളത്തിലെ 3 നദികൾ ഒഴിച്ച്, അതായത് ഭവാനി, പാമ്പാർ, കബനി എന്ന് പറയുന്ന 3 നദികൾ എങ്ങോട്ടാണ് ഒഴുകുന്നത്? അത് 3 കിഴക്കോട്ടാണ് ഒഴുകുന്നത്. അതിൽ എന്താണ്? പമ്പ, പെരിയാർ, കുന്തിപ്പുഴ ഇതൊക്കെ എന്ന് പറയുന്നത് ഇതൊക്കെ എന്താണ്? അതൊക്കെ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളാണ്. ഓക്കെ, പമ്പ പടിഞ്ഞാറോട്ട്, പാമ്പാർ എന്ന് പറയുന്ന കിഴക്കോട്ട് ഒഴുകുന്ന നദിയാണ്. കുന്തിപ്പുഴ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദിയാണ്. പെരിയാർ എന്ന് പറയുന്നതും പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദിയാണ്. ഓക്കെ, അടുത്ത ചോദ്യം, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരത്തെ അടിസ്ഥാനമാക്കി കേരളത്തിലെ ഭൂപ്രകൃതിയിൽ ഉൾപ്പെടുന്നത് ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതെല്ലാമാണ്? ഓപ്ഷൻ എ ആണ്. മലനാട്, ഇടനാട്, തീരപ്രദേശം. സമതല പ്രദേശം കേരളത്തിലെ ഭൂപ്രകൃതിയിൽ ഉൾപ്പെടുന്നതല്ല. സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരത്തെ അടിസ്ഥാനമാക്കി കേരളത്തിലെ ഭൂപ്രകൃതിയിൽ ഉൾപ്പെടുന്നതാണ് മലനാട്, ഇടനാട്, തീരപ്രദേശം എന്ന് പറയുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 75 മീറ്റർ ഉയരമുള്ള പ്രദേശത്തെയാണ് മലനാട് എന്ന് പറയുന്നത് അല്ലെ. 75 മീറ്ററിന് മുകളിലേക്കാണെങ്കിൽ എന്താണ്? നമ്മളതിനെ മലനാട് എന്നാണ് പറയുന്നത്. കേരളത്തിന്റെ ഭൂവിസ്തൃതിയുടെ ഭാഗത്ത് 48% എന്താണ്? മലനാടാണ്. 48% എന്ന് പറയുന്നത് കേരളത്തിലെ മലനാട് പ്രദേശമാണ്. മലനാടിന്റെ ഭൂരിഭാഗവും എന്താണ്? അത് വനങ്ങളാണ്. വനങ്ങളാണ് കൂടുതലും മലനാടിന്റെ ഭാഗം എന്ന് പറയുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 75 മീറ്റർ ഉയരമുള്ള പ്രദേശത്തെയാണ് മലനാട് എന്ന് പറയുന്നത്. ഇനി അടുത്ത ഇടനാട് എന്ന് പറയുന്നതോ? സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ള ഭൂപ്രദേശമാണ് ഇടനാട് എന്ന് പറയുന്നത്. 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ, 7.5 to 75 മീറ്റർ വരെയാണ് ഏതെന്ന് പറയുന്നത് ഇടനാട് ഉള്ളത്. ചെറു കുന്നുകളും താഴ്വരകളും സമൃദ്ധമായ പ്രദേശമാണ് ഇടനാട് എന്ന് പറയുന്നത്. ഇനി കേരളത്തിന്റെ ആകെ വിസ്തൃതിയുടെ 42% ഇടനാടെന്നാണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്. അതിലൊരു തിരുത്ത് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? 40% ഇടനാട് ഉള്ളത്. 40%. നമ്മളോട് ഒരു സ്റ്റേറ്റ്മെന്റിൽ അത് ചോദിച്ചിട്ടുണ്ട് PSC. അതിൽ ആ സ്റ്റേറ്റ്മെന്റ് ശരിയായിട്ടാണ് ഉത്തരം നൽകിയിരുന്നത്. 42 എന്നുള്ളതാണ് നമ്മൾ ഇത്രയും നാൾ നമ്മൾ പഠിച്ചു വെച്ച പോയിന്റ് എന്ന് പറയുന്നത്. അതിലിപ്പം PSC നിലവിലെ ലേറ്റസ്റ്റ് ആയിട്ട് തന്ന ഉത്തര സൂചികയിൽ നമുക്ക് നൽകിയിരിക്കുന്നതെന്ന് പറയുന്നത് ഇടനാടിന്റെ വിസ്തൃതി എത്ര ശതമാനമാണെന്ന് ചോദിച്ചാൽ അത് 40% നൽകിയിരിക്കുന്നത്. അത് ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ പഠിച്ചിരിക്കാം. ഓക്കെ, അപ്പം എന്താണ്? കേരളത്തിന്റെ ആകെ വിസ്തൃതിയുടെ 40% ഇടനാടാണ്. ചെറുകുന്നുകളും താഴ്വരകളും സമൃദ്ധമായ പ്രദേശമാണ് ഇടനാട് എന്ന് പറയുന്നത്. കേരളത്തിലെ ഏറ്റവും അധികം വിളവൈവിധ്യമുള്ള പ്രദേശമാണ് ഇടനാട് എന്ന് പറയുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിളവൈവിധ്യമുള്ള പ്രദേശം ചോദിച്ചാൽ അത് ഇടനാടാണ്. 7.5 മീറ്ററിനും 75 മീറ്ററിനും ഇടയിലാണ് ഇതെന്ന് പറയുന്നത് ഇടനാടിന്റെ ഭൂപ്രദേശം. ഉയരം എന്ന് പറയുന്നത് 7.5 മീറ്ററിനും 75 മീറ്ററിനും ഇടയിലാണ്. ഓക്കെ, അതൊന്ന് ഓർത്ത് വയ്ക്കുക. അടുത്തത് നമ്മൾ പറയുന്നത് തീരപ്രദേശത്തെ പറ്റിയാണ്.
കേരളത്തിന്റെ ആകെ വിസ്തൃതിയുടെ 10% നമ്മൾ തീരപ്രദേശം പഠിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് നമുക്കറിയാം, 48 മലനാട്, ദെൻ 40 ഇടനാട് ആയിക്കഴിഞ്ഞാൽ അവിടെ 12% വന്നോ അല്ലേ, നമുക്ക് തീരപ്രദേശം എന്ന് പറയുന്ന 12% മാറണം. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇപ്പം നിലവിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള PSCയിൽ തന്നിരിക്കുന്ന ഉത്തരസൂചിക. അപ്പോൾ നമ്മളതൊന്ന് പഠിച്ചു വയ്ക്കുക. കേരളത്തിന് ആകെ വിസ്തൃതിയുടെ 12% നിലവിൽ തീരപ്രദേശം എന്ന് പറയുന്നത്. ആകെ കേരളത്തിന്റെ ആകെ സമുദ്രതീര ദൈർഘ്യം നമ്മൾ പറഞ്ഞു 590 കിലോമീറ്റർ ആണ് അല്ലെ. അത് നമ്മൾ നേരത്തെ പഠിച്ചു വെച്ച 580 ആയിരുന്നു. അതിൽ 10 കിലോമീറ്ററും കൂടെ കൂടി അല്ലെ, 590 ആയിട്ടാണ് ഇപ്പം നിലവിൽ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്. അത് എന്താണ്, ലേറ്റസ്റ്റ് ആയിട്ട് വന്ന PSCയുടെ ഉത്തരസൂചികയിൽ തന്നിരിക്കുന്ന ആൻസർ എന്ന് പറയുന്നത് 590 ആയതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ എന്താണ്, സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്ററിന് താഴെ 7.5 മീറ്റർ വരെ ഉയരമുള്ള പ്രദേശത്തെയാണ് നമ്മൾ തീരപ്രദേശം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു 75 മീറ്ററിന് ഉയരെയാണെങ്കിൽ അത് മലനാടാണ്, 7.5-നും 75-നും ഇടയിലാണെങ്കിൽ അത് ഇടനാടാണ്, ദെൻ 7.5 മീറ്ററിന് താഴെയാണെങ്കിൽ അതെന്താണ്, അതെന്ന് പറയുന്നത് അത് തീരപ്രദേശമാണ്. ഓക്കെ, കേരളത്തിന്റെ തീരപ്രദേശം അറിയപ്പെടുന്നത് എന്താണ്, മലബാർ തീരസമതലം എന്നാണ്. കേരളത്തിന്റെ തീരപ്രദേശം അറിയപ്പെടുന്നത് മലബാർ തീരസമതലം എന്നാണ്. കേരളത്തിന് ആകെ വിസ്തൃതിയുടെ 12% തീരപ്രദേശം. ആകെ സമുദ്ര ദൈർഘ്യം എന്ന് പറയുന്നത് 590 കിലോമീറ്റർ ആണ്. സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ വരെ അല്ലെങ്കിൽ 7.5 മീറ്ററിന് താഴെയാണ് എന്താണ് തീരപ്രദേശം ഉള്ളത്. അതിന്റെ ഉയരം എന്ന് പറയുന്നത് 7.5 മീറ്ററിന് താഴെയാണ്. ദെൻ കേരള തീരത്തിന്റെ തീരപ്രദേശം അറിയപ്പെടുന്നത് കേരളത്തിന്റെ തീരപ്രദേശം അറിയപ്പെടുന്നത് മലബാർ തീരസമതലം എന്നാണ്. അതും കൂടെ ഒന്ന് ഓർത്തു വയ്ക്കാം. അപ്പം നമ്മൾ ഇന്ന് ഇത്രയും ചോദ്യങ്ങളും ഫാക്റ്റുകളാണ് പറഞ്ഞത്. മാക്സിമം പോയിന്റ്സും അതോടൊപ്പം PVK ചോദിച്ച ചോദ്യങ്ങളും ഉൾപ്പെടുത്താനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ബാലൻസ് ആയിട്ട് അല്ലേ, നമ്മളെപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പർ തീർത്ത് പോകുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ. അപ്പം നമുക്ക് ബാലൻസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഹെൽപ്ഫുൾ ആയെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം നിങ്ങൾ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തണം. അപ്പം നല്ലൊരു ദിവസമായിരിക്കട്ടെ. ഓക്കെ, താങ്ക്